Hello, good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് ഇതുണ്ടായിരുന്നോ? ഹലോ, ഉണ്ട് മാം. ഏതായിരുന്നു ഹോംവർക്ക്? അറിയോ ക്വസ്റ്റ്യൻ? ഹലോ, ഏതായിരുന്നു ക്വസ്റ്റ്യൻസ്? എട്ടാമത്തെ തുടങ്ങി. 13. 13 14 അതല്ലേ? 13 14 അല്ലേ? അതെ. 13 അപ്പൊ നമുക്ക് അതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് അവിടെ ബാക്കി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ അറിയാം. 13ാമത്തെ ക്വസ്റ്റ്യൻ 2 raised to 3x plus 1 equal to 35. What is the value of x? Xന്റെ വിലയാണ് ചോദിച്ചത്. 3, 2, 1, none എന്നാണ് തന്നേക്കണത് ആൻസർ. എത്ര കിട്ടിയത്? 2. എല്ലാവർക്കും കിട്ടിയോ? 2. കിട്ടാത്തവരൊന്നുമില്ലല്ലോ. ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്കും. അടുത്തത് തന്നിരുന്നത് റേഷ്യോ ഓഫ് സ്പീഡ് അല്ലേ? അതാണോ? അതെ. സ്പീഡിന്റെ അംശബന്ധം, അതായത് വേഗതയുടെ അംശബന്ധം 2:3:4 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ടൈം എന്തായിരിക്കും എന്ന്, അതായത് ഇവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കട്ടെ കേട്ടോ. The ratio of speeds of 3 cars is 2:3:4. Then what will be the ratio of their time if all the cars travel the same distance? 3 കാറുകളുടെ വേഗതകളുടെ അംശബന്ധം 2:3:4 ആണ് എങ്കിൽ ഒരേ ദൂരം സഞ്ചരിക്കുമ്പോഴുള്ള അവയുടെ സമയത്തിന്റെ അംശബന്ധം എത്രയാണെന്നാണ് ചോദ്യമായിരുന്നത്. കിട്ടിയായിരുന്നു ആൻസർ ആർക്കെങ്കിലും? 6:4:3. അതെ, 6:4:3 ആണ്. നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താ മനസ്സിലാവാഞ്ഞേ? ക്വസ്റ്റ്യൻസ് എങ്ങനെ ഇന്നലെ ഇട്ടിരുന്നോ? ഇത് കഴിഞ്ഞ ക്ലാസ്സിന്റെ ലാസ്റ്റ്, അതായത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞതാ. അതായത് എനിക്ക് തോന്നുന്നു ഏത് ദിവസമായിരുന്നു അത്? ഫ്രൈഡേയിലായിരുന്നു അല്ലെ? അതെ. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊടുത്ത ക്വസ്റ്റ്യൻസിന്റെ ബാക്കിയാണ്. അത് കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച ആക്സിഡന്റലി ഞാൻ കയറിയതാണ്. തിങ്കളാഴ്ച എന്റെ ക്ലാസ് ആയിരുന്നില്ല, വേറെ ടീച്ചർ ഇല്ലാതിരുന്നത് കൊണ്ട് തിങ്കളാഴ്ച ഞാൻ വേറെ ഒരു ക്ലാസ് എടുത്തേ. അത് കൂടുതലായിട്ട് ഫ്രാക്ഷൻസിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് എടുത്തത് കേട്ടാ. അപ്പൊ അതിൽ ബാക്കി നിന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്. ചിലപ്പോ ആ ക്ലാസ്സിൽ കയറിയുണ്ടാവൂല. പുതിയത് കയറിയേക്കണതാണോ? അപ്പൊ അതുകൊണ്ടായിരിക്കും. അപ്പൊ ഇന്ന് എടുക്കുന്ന ക്ലാസ് തുടങ്ങി നോക്കിക്കോൾട്ടാ. ഇന്നിപ്പോ അത് കഴിയുമ്പോ ഈ ആൻസർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ അടുത്ത ക്ലാസ് തുടങ്ങും, പുതിയത് ടോപ്പിക്. ഓക്കെ. അപ്പൊ ടൈമിന്റെ അംശബന്ധമാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. അപ്പൊ നോക്കാം, ഇവിടെ ദൂരം ഒരേ ദൂരമാണ്.
3 എന്താ പറയാ കാറുകളാണ് സഞ്ചരിക്കുന്നത്. ഈ 3 കാറുകളും ഒരേ സ്ഥലത്തേക്ക്, അതായത് ഒരേ ഡിസ്റ്റൻസിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാ വരുന്നപ്പോ അവരുടെ അംശബന്ധം മ്യൂട്ട് ചെയ്യാൻ പറയോ? മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്യാൻ പറയോ? സിനിയ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. അപ്പൊ ഒരേ ദൂരം സഞ്ചരിക്കുന്ന കാറുകൾക്ക് വേഗത പക്ഷെ വ്യത്യാസമുണ്ട്. വേഗതയുടെ അംശബന്ധമാണ് നമുക്ക് തന്നിരിക്കുന്നത്. റേഷ്യോ ഓഫ് സ്പീഡ് ആണ് 2:3:4 എന്നേക്കണേ. എങ്കിൽ അതിന്റെ സമയത്തിന്റെ അംശബന്ധം എന്താണെന്നാണ് ചോദിച്ചേക്കണേ. എന്താണ് സമയം കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് അല്ലെ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഇവിടെ എല്ലാത്തിനും ഒരേ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? ഡിസ്റ്റൻസ് 1 ആണെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം 1. അപ്പൊ 1 ആദ്യത്തേത് എന്ത് വരും? 1/2 വരും അല്ലെ? സ്പീഡ് 2 അല്ലേ അതിന്റെ അംശബന്ധം, റേഷ്യോ ആയിട്ട് വന്നേക്കുന്നത്. അടുത്തത് 1 എന്ത് വരും? 3 വരും. അടുത്തത് എന്ത് വരും? 1/4 വരും. ഈ രീതിയിലാണ് നമുക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ അത് 1 ആയിട്ട് അസ്യൂം ചെയ്യുന്നു, സങ്കല്പിക്കുന്നു. അതിന്റെ റേഷ്യോ ഓഫ് സ്പീഡ് തന്നിരിക്കുന്നത് 2:3:4 ആണ്. 2:3:4 ആണ് അതിന്റെ സ്പീഡിന്റെ റേഷ്യോ തന്നേക്കണേ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഇതിന്റെ ടൈമിന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പൊ ടൈം ആണ് കാണാനുള്ള ഇക്വേഷനിലാണ് നമ്മൾ ഇപ്പൊ കൊടുത്തത്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പൊ ഇതിനെ ഒന്ന് റേഷ്യോയിലേക്ക് ആക്കാൻ മതി. ഇത് റേഷ്യോയിലേക്ക് ആക്കണമെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ് അല്ലെ? ഛേദങ്ങൾ വ്യത്യാസമാണ്. അപ്പൊ ഛേദങ്ങൾ വ്യത്യാസമാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് റേഷ്യോ 1:1 എഴുതാൻ പാടില്ല. റേഷ്യോ ആക്കണമെങ്കിൽ ഡിനോമിനേറ്റർ ഷുഡ് ബി സെയിം. അതിന്റെ ഛേദങ്ങൾ ഒരേപോലെ ആകണം. അപ്പൊ നോക്കുക, LCM കാണണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് LCM കാണുന്ന രീതിയൊക്കെ അല്ലെ? LCM കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ ആലോചിച്ചാൽ മതി. LCM കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാത്തിനെയും കോമൺ ആയിട്ട് ഏതൊരു നമ്പറിലേക്ക് നമുക്ക് ഏറ്റവും ചെറിയ കോമൺ ആവുകയും വേണം. ആൻഡ് ദ ലോവസ്റ്റ് നമ്പർ വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ്. ഈ എല്ലാ സംഖ്യകളെയും എളുപ്പം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ 2നെ 6 ആക്കാം, 3നെ 6 ആക്കാം, പക്ഷെ 4നെ 6 ആക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാത്തിനെയും പറ്റണം. അപ്പൊ നോക്കിയാൽ 12 ആക്കാൻ പറ്റും അല്ലെ? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആകാം. 3 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആകാം. 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആകാം. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് ടേം വിച്ച് ക്യാൻ ബി ഡിവിസിബിൾ അല്ലെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ ഓൾ ടു ഗെറ്റ് ദ LCM 12. 12 കിട്ടാൻ, കോമൺ ആയിട്ടുള്ള സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യ ഗുണിക്കാം. ഓക്കെ. അപ്പൊ 12 ആക്കാനായിട്ട് ഇവിടെ 6 കൊണ്ട് ഗുണിക്കുന്നു, മുകളിലും 6 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ എത്ര കൊണ്ട് ഗുണിക്കുന്നു? 4 കൊണ്ട് ഗുണിക്കുന്നു, മുകളിലും 4 കൊണ്ട് ഗുണിക്കുന്നു. അടുത്തത് 12 ആക്കണമെങ്കിൽ 3 കൊണ്ട് ഗുണിക്കുന്നു, മുകളിലും 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ എന്തായി? 1ന്റെ കൂടെയാണ് ഈ ഗുണിച്ചാണ്. 6/12 ഈസ്റ്റു 4/12 ഈസ്റ്റു 3/12. ഇപ്പൊ നോക്കി എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ അംശങ്ങൾ മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ. അംശം എന്ന് പറയുമ്പോ 6:4:3 അതാണ് നമ്മുടെ അംശബന്ധം. ക്ലിയർ ആയോ? ഇത് ഇത്രയും ചെയ്തില്ലെങ്കിലും നമുക്ക് എളുപ്പം ചെയ്യാനായിട്ട് മറ്റൊരു മാർഗം കൂടി ഉണ്ട്. അതായത് എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സ്പീഡിന്റെ അംശബന്ധമാണ് 2:3:4 ആണ് അല്ലെ? അപ്പൊ 2:3:4 തരുമ്പോഴല്ലേ നമുക്ക് ഇതിനകത്ത് നിന്ന് സമയത്തിന്റെ അംശബന്ധം കണ്ടുപിടിക്കാൻ പറഞ്ഞ ഈ LCMത്തിലേക്ക് ഒന്നും പോണ്ട, ഒറ്റയടിക്ക് നമുക്ക് കണ്ടടച്ച് ചെയ്യാം. എന്താ ചെയ്യണം എന്നറിയാമോ? നമുക്കിപ്പോ ആദ്യത്തെ അംശബന്ധം ഏതാണ്? എയുടെ കാണണം അല്ലെ? എയുടെ കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എയിനെ മൂടിപ്പിടിക്കാം. ഓക്കെ. നമ്മൾ എയുടെ അംശബന്ധം കാണണമെങ്കിൽ എനെ കവർ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ, എ ഇല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എനെ മാറ്റി നിർത്തി എയുടെ ഭാഗത്ത് എഴുതണമെങ്കിൽ എനെ കവർ ചെയ്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ മൂടി പിടിച്ചിട്ട് അടുത്ത സംഖ്യ രണ്ടും ബിയെയും സിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേതാം. അടുത്തത് ബിയുടെ എഴുതേണ്ടി വരുമ്പോ എന്ത് ചെയ്യണം എന്നറിയാമോ? ബിനെ മൂടി പിടിക്കാം, 2ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അത് എഴുതാം. ഓക്കെ. എയും സിയും മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത സിയുടെ എഴുതുമ്പോ സിനെ മൂടി പിടിച്ചിട്ട് എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താം. അപ്പൊ 12:8:6 എന്ന് കിട്ടും. 12:8ഉം 6ഉം എല്ലാം കൂടി ഹരിക്കാൻ പറ്റിയ കോമൺ ആയിട്ടുള്ള നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് അതിനെ സ്മോളസ്റ്റ് ടേബിളിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ? ഏത് ടേബിളിൽ പോകും? 2ന്റെ ടേബിൾ എല്ലാം പറ്റൂലേ? എല്ലാത്തിനും 2 കൊണ്ട് ഡിവിസിബിൾ അല്ലേ? 6x2 12, 4x2 8, 3x2 6. അപ്പോൾ നമ്മുടെ റേഷ്യോ കറക്റ്റ് ആയിട്ട് വന്നു 6:4:3.
അപ്പൊ ഇത് വേഗതയുടെ അംശബന്ധം തന്നു, സമയത്തിന്റെ അംശബന്ധം കാണാൻ പറയുമ്പോൾ LCM കാണണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ആ റേഷ്യോ തന്നെ എടുത്ത് എഴുതാം. അതിൽ നോക്കിയാൽ തന്നിരിക്കുന്ന റേഷ്യോ തന്നെ നോക്കി നമുക്ക് പുതിയ സമയത്തിന്റെ റേഷ്യോ അംശബന്ധം കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഓരോന്ന് എഴുതുമ്പോൾ അത് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ മൾട്ടിപ്ലൈ. അപ്പൊ എയുടെ കാണുമ്പോൾ A മാറ്റുക, A എടുക്കരുത്, ബിയും സിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താ. ബിയുടെ എടുക്കുമ്പോൾ B എടുക്കരുത്, എന്ത് ചെയ്യുക? സിയും എയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അത് എഴുതാം. സീനെ എടുക്കുമ്പോൾ എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അത് എഴുതാം. ഓക്കെ, ഏത് രീതിയിലായാലും രണ്ടും ഒരു സെയിം ആൻസർ കിട്ടുള്ളൂ. LCM ചെയ്യാൻ എളുപ്പമാണെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്തോ. സ്പീഡ് ടൈമിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. ടൈം സ്പീഡ് തന്നിട്ട് സ്പീഡ് മാത്രം തന്നിരിക്കുന്നു, റേഷ്യോ ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആണ് എന്ന് പറയുമ്പോ പറ്റില്ല. ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആണെന്ന് പറയുമ്പോ പറ്റില്ല കേട്ടോ. ഒരേ ഡിസ്റ്റൻസ് ആയതുകൊണ്ടും സമയം ഇതിന്റെ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത് എന്നുള്ളത് കൊണ്ടും ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റേഷ്യോ വെച്ച് നിങ്ങൾ LCM ഒക്കെ വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കണ ക്വസ്റ്റ്യൻസ് എന്താ പറയാ, ജിയോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ ഇക്വേഷൻസിന്റെ ഒരു തുടക്കമാണ് കേട്ടോ. എല്ലാ ഫിഗേഴ്സിന്റെ ഇല്ല, ഇന്ന് കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ജിയോമെട്രിക്കൽ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ പറയാ ജാമിതീയ രൂപങ്ങൾ, അതായത് നമ്മളുടെ പല രൂപങ്ങളും നമുക്കറിയാം. അപ്പൊ അതിനകത്ത് ഒരു ചെറുതായിട്ട് തുടങ്ങി, അതായത് റെക്ടാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾസ്, പല രീതിയിലുണ്ട്. ഇനി അങ്ങോട്ട് പോകും. ട്രയാങ്കിൾസ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറയാ ക്വാഡ്രിലാറ്ററൽസ്, അതുപോലെ പെന്റഗൺസ്. ക്വാഡ്രിലാറ്ററൽസിനകത്തും കുറെ തരത്തിലുള്ളതുണ്ട്. പാരലോഗ്രാം, അതുപോലെ തന്നെ റോംബസ്, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അതായത് ചതുർഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ 4 വശമുള്ള രൂപങ്ങളിൽ പെടും. ഏതൊക്കെ? സ്ക്വയർ വരും, റെക്ടാങ്കിൾ വരും, പിന്നെന്താ പാരലോഗ്രാം വരും, റോംബസ് വരും, ട്രപ്പീസിയം ലംബകം വരും, അല്ലെ, ഐസോസിലസ് ട്രപ്പീസിയം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരും. അതുകൂടാതെ ബാക്കിയുള്ള പെന്റഗണ്, ഹെക്സഗണ്, അങ്ങനെയൊക്കെ ഒരുപാട് രൂപങ്ങളൊക്കെ ഉണ്ട്. സൈഡ്സിന്റെ പേരനുസരിച്ച് അല്ലെങ്കിൽ സൈഡ്സിന്റെ എണ്ണം അനുസരിച്ച് പേരുകളുടെ ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ തരുമ്പോ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് ചില കാൽക്കുലേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ചതുരം, ഹോംവർക്കുകൾ ഉണ്ടായിരുന്നു. ആ കുറച്ച് ഹോംവർക്കുകളോട് ഉണ്ടായിരുന്നു. ഏതാ ഹോംവർക്ക്? മൺഡേ ക്ലാസ്സിൻ്റെത് മൺഡേ ക്ലാസ്സിന്റെ എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഓ, ഇതിലത്തെ തീർന്നിട്ട് വേറെ തന്നതായിരിക്കും അല്ലേ? ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടാ. ഇപ്പൊ ഇത് തുടങ്ങട്ടെ, അല്ലെങ്കിൽ എന്റെ ടോപ്പിക്ക് ഇതില്ല, നമ്മൾ എടുത്തത് എഴുതിയിട്ട് വരിക. അപ്പൊ നമുക്ക് റെക്ടാങ്കിളിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, റെക്ടാങ്കിൾ, ചതുരം, അത് കുറെ നമ്മൾ ചെയ്ത കണക്കുകളുടെ പോലത്തെ അല്ലേ തന്നത്. അപ്പൊ പിന്നെ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും എനിക്ക് തോന്നണേ. പറഞ്ഞില്ലെങ്കിലും ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതങ്ങോട്ട് വേഗം ഓടിച്ച് ഉത്തരങ്ങൾ മാത്രമായിട്ട് പറയാം. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് അന്ന് ചെയ്തു, ഒരു 10-24 ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അന്ന് ഇവിടെ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പെട്ടെന്നുണ്ടായ ക്ലാസ് ആയിരുന്നു. അതിന്റെ പോലത്തെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വേറെ തന്നു മാത്രമേ ഉള്ളൂ. ബാക്കി സമയം ഒരു 3-4 മിനിറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ്. അപ്പൊ റെക്ടാങ്കിൾ, ചതുരം, എന്തൊക്കെയാണ് ചതുരത്തിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ്? ഒരു ചതുരമാകണമെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അറിയാമോ? ചതുരത്തിന്റെ പ്രത്യേകത എന്താ? ചതുരം 4 വശമുണ്ട്, 4 വശമുണ്ട് അല്ലെ? 4 സൈഡ്. അതിന്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണ് അല്ലെ? കോണുകളെല്ലാം 90 ഡിഗ്രി ആണ്. പിന്നെന്തറിയാം? ഓപ്പോസിറ്റ് സൈഡ്സ് are equal. അതെ, പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, പാരലൽ ആണ്. ഈക്വലും ആണ്, പാരലലും ആണ് കേട്ടാ. ഓപ്പോസിറ്റ് സൈഡ്സ് ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് അടിയിലും മുകളിലെയും സൈഡുകൾ ഈക്വൽ ആണ്, 2 സൈഡിലുള്ള സൈഡുകളും ഈക്വൽ ആണ്, അത് പാരലലും ആണ്. അപ്പൊ അതാണ് സ്ക്വയർ, ചതുരത്തെ കുറിച്ച് നമുക്കറിയാവുന്ന പ്രോപ്പർട്ടീസ്. ഇനി ചതുരത്തിന്റെ പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? പെരിമീറ്റർ, ചുറ്റളവ്, എന്താണ് അതിന്റെ ഏരിയ? അല്ലെങ്കിൽ പെരിമീറ്റർ തന്നിട്ട് സൈഡ് കണ്ടുപിടിക്കാൻ, ചുറ്റളവ് തന്നിട്ട് സൈഡ് കണ്ടുപിടിക്കാൻ, ഏരിയ തന്നിട്ട് സൈഡ് കണ്ടുപിടിക്കാനാകാം. അങ്ങനെ പല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന് പ്രധാനമായിട്ടും അറിയേണ്ട 2 കാര്യമാണ്. ഒന്ന് പെരിമീറ്റർ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ? ചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Length into 2 into L plus B. 2 into L plus B. അങ്ങനെയാണ് കേട്ടോ. 2 into L plus B. 2 into എന്ന് പറഞ്ഞ ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് പെരിമീറ്റർ. ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടുക, എന്നിട്ട് കിട്ടിയ ആൻസർ 2 കൊണ്ട് ഗുണിക്കുക. അല്ലാണ്ട് 2 കൊണ്ട് ലെങ്ത്തിനെ മാത്രം ഗുണിച്ചിട്ട് അതിന്റെ കിട്ടിയ ആൻസറിനെ B കൊണ്ട് കൂട്ടുന്നതല്ല. അതുകൊണ്ടാണ് ലെങ്ത്തും പ്ലസ് ബ്രെഡ്ത്ത് ബ്രാക്കറ്റിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ. നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ട്, നോട്ടിൽ വ്യക്തമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്തത് ഏരിയ, റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. എന്താണ് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ?
നീളം ഇൻറ്റു വീതി, അല്ലെങ്കിൽ നമുക്ക് LB എന്ന് എഴുതാം. സാധാരണ നമ്മള് അക്ഷരങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ ഇൻറ്റുവിന്റെ ചിഹ്നം ഇടാറില്ല. LB ദാറ്റ് ഈസ് L ഇൻറ്റു B എന്നാണ് അതിന്റെ അർത്ഥം, നീളം ഇൻറ്റു വീതി. അപ്പൊ അതാണ് റെക്ടാങ്കിളിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഇനി അടുത്തത് എന്താണ്? സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ് സ്ക്വയറിന്റെ പ്രത്യേകത? ഓൾ സൈഡ്സ് ഈക്വൽ, പിന്നെ ഓൾ ആംഗിൾസ് 90 ഡിഗ്രി. ഓൾ ആംഗിൾസ് 90 ഡിഗ്രി ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമല്ല, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആയതിനാണ് 4 വരയുമേയും ഇങ്ങനെ ഒരേ വര വരച്ചിരിക്കുന്നത്. ഇതാണ് സ്ക്വയറിന്റെ പ്രത്യേകത. ഇനി ഇതുപോലെ തന്നെ സ്ക്വയറിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ അറിയാമോ? സ്ക്വയറിന്റെ ഏരിയ A square. 4 into A. A സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ, സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ സൈഡ് സ്ക്വയറിനെയാണ് A ഇൻറ്റു A അല്ലെങ്കിൽ A സ്ക്വയർ എന്നാണ് വിളിക്കാം. അതുപോലെ പെരിമീറ്റർ ഓഫ് സ്ക്വയർ ആണെങ്കിലോ, പെരിമീറ്റർ ഓഫ് സ്ക്വയർ 4 ഇൻറ്റു സൈഡ് ദാറ്റ് ഈസ് 4 ഇൻറ്റു A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ആണ് കേട്ടോ, 4A. അതാണ് സ്ക്വയറിന്റെ പ്രത്യേകതകളും അതിന്റെ ഏരിയ, പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻസും. അടുത്തത് ട്രയാങ്കിൾസ് ആണ്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്. പല തരത്തിലുള്ള ട്രയാങ്കിൾസ് ഉണ്ട്, പേരിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന. അതിനകത്ത് പ്രധാനമായിട്ടുള്ള ചില ട്രയാങ്കിൾസ് ആണ് റൈറ്റ് ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലെ, സ്കാലിൻ ട്രയാങ്കിൾ ഒക്കെ. അപ്പൊ പലതരത്തിലുണ്ട്, നമുക്ക് ഓരോന്നായിട്ടൊക്കെ പഠിക്കാം. ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണം എന്ന് വിളിക്കാം. ഏത് ട്രയാങ്കിളിനെയാണ് നമ്മൾ മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്? If any one of the angle is 90 degree അല്ലെ, ഏതെങ്കിലും ഒരു കോൺ 90 ഡിഗ്രി ആയ ത്രികോണത്തെയാണ് നമ്മള് one angle should be 90 degree. ഏതെങ്കിലും ഒരു കോൺ 90 ഡിഗ്രി വരണം. എന്നാൽ അത്തരം ട്രയാങ്കിൾസിനെ മാത്രമേ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിളിക്കുകയുള്ളൂ. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ മാത്രം സൈഡുകൾക്ക് ഒരു പേരുകളുണ്ട് അല്ലെ. റൈറ്റ് ട്രയാങ്കിളിന്റെ മാത്രം സൈഡുകൾക്ക് ഓരോ പേരുണ്ട്. ഈ താഴെ കാണുന്ന വശത്തെ നമ്മൾ എന്ത് വിളിക്കും? ബേസ് എന്ന് വിളിക്കും അല്ലെ. പാദ എന്ന് മലയാളത്തിൽ പറയും, പാദം. ഓക്കെ, ബേസ് എന്ന് വിളിക്കും. ഈ ഇങ്ങനെ എൽ ഷേപ്പിൽ മുകളിലേക്ക് നിൽക്കുന്നത് ആൾട്ടിറ്റ്യൂഡാണ്. എന്ത് വിളിക്കും? ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബം എന്ന് വിളിക്കും അല്ലെ, ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ആൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഈ വശത്തെ നമ്മൾ എന്ത് വിളിക്കും? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വശത്തെ കർണം എന്ന് വിളിക്കും. ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ട്രയാങ്കിളിന് മാത്രമേ ഇങ്ങനെ സൈഡുകൾക്ക് പേരുള്ളൂ. റൈറ്റ് ട്രയാങ്കിളിന് മാത്രമേ ഇങ്ങനത്തെ പേരുകൾ കൊടുത്തിട്ടുള്ളൂ. എല്ലാ ട്രയാങ്കിൾസിനും ഇല്ല. ഇപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, എല്ലാ ട്രയാങ്കിൾസിനും 3 സൈഡുകൾ വീതമുണ്ട്. പക്ഷെ ഈ പേര് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് റൈറ്റ് ട്രയാങ്കിളിന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കോൺ 90 ഡിഗ്രി ആയിട്ടുള്ള കോണുകളെ സംബന്ധിച്ച് മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോ തന്നെ ഇല്ലേ, ഈ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏതെങ്കിലും വശങ്ങൾ, സൈഡുകൾ മിസ്സിംഗ് ആണെങ്കിൽ, ഇപ്പൊ നമുക്ക് അത് തന്നിട്ടില്ല, ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടില്ല, അല്ലെങ്കിൽ ബേസ് തന്നിട്ടില്ല, അങ്ങനെ ആൾട്ടിറ്റ്യൂഡ് അത് ഏതെങ്കിലും ഒരെണ്ണമൊക്കെ തന്നിട്ടില്ല എങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പൈതഗോറസ് എന്ന് പറയുന്ന ഒരു തിയറം നമുക്കറിയാം. പൈതഗോറസ് തിയറം അനുസരിച്ച് ആൾട്ടിറ്റ്യൂഡോ അതുപോലെ തന്നെ ബേസോ അതുപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസോ ഏത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ആൾട്ടിറ്റ്യൂഡ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് ആൾട്ടിറ്റ്യൂഡ്. ലംബം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ലംബത്തിന്റെ ലാ മാത്രമേ ഹൈപ്പോട്ടന്യൂസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുക്കണ്ടേ. ഇനി ബേസ് ആണ് കാണേണ്ടതെങ്കിലോ, ബേസ് കാണണമെങ്കിലോ ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ഇനി ഹൈപ്പോട്ടന്യൂസ് ആണ് കാണേണ്ടതെങ്കിലോ ലാറ്റിറ്റ്യൂഡ് പ്ലസ് ബേസ് ലംബം സ്ക്വയർ. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറംസ്. അതായത് ഇതിൽ ഏതെങ്കിലും ഒക്കെ സൈഡുകൾ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഏരിയ അതുപോലെ തന്നെ പെരിമീറ്റർ ഒക്കെ തന്നിട്ടില്ല, എല്ലാ വശവും തന്നിട്ടില്ല, ഏതെങ്കിലും ഒരു വശം മിസ്സിംഗ് ആയിട്ട് തന്നിട്ട് നമ്മളോട് ഏരിയയോ അതുപോലെ തന്നെ പരപ്പളവും അതുപോലെ തന്നെ പെരിമീറ്റർ ചുറ്റളവും ഒക്കെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയിൽ ഈ ഇക്വേഷൻസ് നോക്കുക, ഏതാണ് തരാത്തതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക, എന്നിട്ട് വേണം കണക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ ഇനി റൈറ്റ് ട്രയാങ്കിളിന്റെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഏത് ട്രയാങ്കിളിന്റെ ആയാലും പെരിമീറ്റർ ആണ് എന്ത് ചെയ്യണം? 3 സൈഡ്സും കൂടി ആഡ് ചെയ്താൽ മതി. സം ഓഫ് 3 സൈഡ്സ് ആണ് കേട്ടോ. സം ഓഫ് 3 സൈഡ്സ്, അതായത് 3 വശങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിളിന്റെ എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും.
ഏത് ട്രയാങ്കിൾ ആയിക്കോട്ടെ, ഐസോസലസ്, ഇക്വിലാറ്ററലോ, റൈറ്റോ ഏതെങ്കിലും ആയിക്കോട്ടെ, വശങ്ങളെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കിട്ടും. ഇനി അതിന്റെ ഏരിയ ആണ് മട്ടത്രികോണത്തിന്റെ ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ഇക്വേഷൻ ഹാഫ് ബി. ബിയും എച്ചും എന്തൊക്കെയാന്ന് പറയാലോ. ബി എന്ന് പറഞ്ഞാൽ ബേസ് ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ്. അല്ലെ, എൽ ഷേപ്പിൽ നിൽക്കുന്നതാണ് നമ്മളുടെ ആൾട്ടിറ്റ്യൂഡും ബേസും എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ഏതില് റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം എന്താണ് സമഭുജ ത്രികോണത്തെ കുറിച്ച് നമുക്കറിയാം. ഒരുപോലെ മൂന്ന് വശവും ഒരേ അളവായിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മള് ഇതുപോലെ എല്ലാ വശവും ഒരുപോലെ ഇരിക്കും. അതായത് ഒരേ അളവായിരിക്കും. ഇപ്പൊ ഇത് 4 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ് എങ്കിൽ എല്ലാ സൈഡ്സും 4 സെന്റിമീറ്റർ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുക. ആൻഡ് മറ്റൊരു പ്രത്യേകത കൂടി ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഓൾ ദീസ് ആംഗിൾസ് ആർ 60 ഡിഗ്രി ഈച്ച് ആണ്. എല്ലാ കോണുകളും 60 ഡിഗ്രി വീതമാണ് കേട്ടോ. എല്ലാ കോണും 60 ഡിഗ്രി വീതമാണ്. എല്ലാ വശവും തുല്യമാണ്. ഇനി ഇത്തരം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. എന്താണെന്ന് അറിയാമോ? ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 3/4 a മീൻസ് ദ സൈഡ് കേട്ടാ. തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ വശമാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എല്ലാ സൈഡും കൂടി കൂട്ടൽ തന്നെയാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ മറക്കണ്ട. സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ ആണ് √3/4 a². √3ന്റെ വാല്യൂ ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അത് എന്താ പറയാ മൾട്ടിപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തൊക്കെ ചെയ്യണം. അത് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ അത് രീതിയിൽ എഴുതണം. അല്ലെങ്കിൽ √3നെ തന്നെയായിട്ട് അങ്ങോട്ട് ആൻസറിൽ ചേർത്ത് എഴുതിയാൽ മതി. √3ക്ക് ഒരു വാല്യൂ ഉണ്ട്. √3ന്റെ വാല്യൂ എത്രയെന്ന് അറിയാമോ? ഒരു ഏകദേശ വിലയാണ് കേട്ടാ. ഏകദേശ വില എന്താ? √3യുടെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് 1.73. അതെ, √3ന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ, അതായത് ശരിക്കുള്ള വിലയല്ല, അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 1.73 ആണ്. 1.73. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അതായത് ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ 7, 3, 4, 2 അങ്ങനെ പോവാണ്. അതായത് എവിടെയെങ്കിലും നമുക്ക് നിർത്താൻ പറ്റില്ല. ഇത്തരം സംഖ്യകളെ നമ്മളൊരു പേര് പറയും അല്ലെ. ഈ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു സംഖ്യ തന്നെ റിക്കറിംഗ് ആയിട്ട് വരുന്നതല്ല, ഒരു സംഖ്യ തന്നെ ആവർത്തിച്ച് വരികയല്ല ഇതിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാമെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുകയില്ല. പക്ഷെ ഇങ്ങനെ ഓരോ സംഖ്യ മാറി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത്തരം സംഖ്യകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഭിന്നകങ്ങൾ. ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ് വിളിക്കുക. √3, √2, √5 ഇങ്ങനെയുള്ള സംഖ്യകളെയൊക്കെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സിലാണ് പെടുത്തുക കേട്ടോ. അഭിന്നക സംഖ്യകൾ എന്നാണ്. അത് ഭിന്നരൂപത്തിൽ എഴുതാൻ പറ്റില്ല. ഭിന്നരൂപത്തിൽ എഴുതണമെങ്കിൽ എവിടെയെങ്കിലും നിൽക്കണം, സ്റ്റോപ്പ് ചെയ്യണം. അത് നിൽക്കില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓരോ പ്രത്യേക നമ്പറുകളാണ്. എല്ലാം ഒരേ നമ്പർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുകയല്ല ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് √3ന്റെ വാല്യൂ. ഇനി അടുത്ത ട്രയാങ്കിളിന്റെ പേരെന്താണ് എഴുതിയിരിക്കുന്നത്? സ്കാലിൻ ട്രയാങ്കിൾ ആണ്. വിഷമഭുജ ത്രികോണമാണ്. സ്കാലിൻ ട്രയാങ്കിൾ ആണ്. സ്കാലിൻ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? വിഷമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കണല്ലേ? ഹലോ, അറിയില്ല. 60 ഡിഗ്രി ആയിരിക്കും ഒരു സൈഡ്. അല്ല, സ്കാലിൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വശവും ഡിഫറെന്റ് ആയിട്ടിരിക്കാം. ആംഗിളിന്റെ പ്രത്യേകതകളൊന്നുമില്ല. അതായത് ആംഗിളിന്റെ പ്രത്യേകതകളൊന്നും വരണമെന്ന് നിർബന്ധമില്ല. എല്ലാ സൈഡും ഡിഫറെന്റ് ആയിട്ട് വരുന്ന ട്രയാങ്കിളിനെ, ഡിഫറെന്റ് ലെങ്ത് ഓഫ് സൈഡ്സ് ഉള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എല്ലാ സൈഡ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ട്രയാങ്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കാലിൻ ട്രയാങ്കിൾ. ഇപ്പൊ ഇത് ഇപ്പൊ 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇത് 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. മറ്റേത് 4 സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനെ എല്ലാ സൈഡും അൺഈക്വൽ ആയിട്ട്, അതിനെ അങ്ങനെ പറയാം, എല്ലാ സൈഡും അൺഈക്വൽ, ഒറ്റ സൈഡും ഒരുപോലെ ഇല്ല, അങ്ങനെയുള്ള ട്രയാങ്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കാലിൻ ട്രയാങ്കിൾ. വിഷമഭുജ ത്രികോണം. വിഷമഭുജ ത്രികോണത്തിന്റെയും പെരിമീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡും കൂടി കൂട്ടണം. ഇനി ഏരിയ കാണാൻ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഏരിയ ഓഫ് സ്കാലിൻ ട്രയാങ്കിൾ എന്താണെന്ന് അറിയാമോ? വിഷമഭുജ ത്രികോണത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ S into S minus B into S minus C. ഈ ഇക്വേഷനിൽ നമ്മളൊരു പേര് കൂടി പറയും. ഇതെന്ത് ഇക്വേഷൻ ആണ്? ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഏതാ? ഈ ഒരു ഫോർമുലയ്ക്ക് നമ്മളൊരു പേര് പറയും. അറിയോ? ഹെറോൺസ് ഫോർമുല.
ഹെറോൺസ് ഫോർമുലയാണ്. വെരി ഗുഡ്. ഹെറോൺസ് ഫോർമുല എന്നുകൂടി ഇതിന് പേരുണ്ട്. അപ്പോ ഹെറോൺസ് ഫോർമുല ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി എസ് മൈനസ് സി ആണ്. അത് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇനി എന്താണ് ഈ എസ്, എന്താണ് എ ബി സി എന്നൊക്കെ അറിയണ്ടേ? എന്നാലേ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈഡുകളുടെ ടോട്ടലിന്റെ ആവറേജ് ആണ്. അതായത് സൈഡുകളെല്ലാം കൂടി കൂട്ടുക ബൈ 2. മനസ്സിലായ? എല്ലാ സൈഡും കൂടി കൂട്ടുക. ഇപ്പൊ എയും ബിയും സി ആർ ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ 3 വശങ്ങൾ 3 ഡിഫറെന്റ് ആയതുകൊണ്ടാണ് എ ബി സി എന്ന് തന്നെ 3 പേരുകൾ കൊടുത്തത്. ഇവയെല്ലാം കൂടി കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ അതാണ് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഇതാണ് എസ് എന്ന് പറഞ്ഞത്. ഇനി അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എസ് കണ്ടുപിടിക്കുക ആദ്യം, എന്നിട്ട് എസ് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു ഇക്വേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കുക. എസ് ഇൻറ്റു എസ് വരുന്നിടത്തൊക്കെ എസിന്റെ ആ കിട്ടിയ വില കൊടുക്കുക. എ ബി സി എന്ന് പറയുന്നിടത്ത് നമുക്ക് തന്നിരിക്കുന്ന 3 വശങ്ങളുടെ പേരുകൾ കൊടുക്കുക, വിലകൾ കൊടുക്കുക. എന്നിട്ട് അത് മൈനസ് ചെയ്യുക, ഇൻറ്റു ചെയ്യുക, റൂട്ട് കാണുക, ആൻസർ ആണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ ഈ ഒരു എന്താ പറയാ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്നാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടാ. അപ്പൊ ഇക്വേഷൻസ്, ജിയോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ ഇക്വേഷൻസിൽ റെക്ടാംഗിൾ, സ്ക്വയർ, ട്രയാങ്കിൾസിൽ 3 തരത്തിലുള്ള ട്രയാങ്കിൾ ആണ്. റൈറ്റ്, ഇക്വിലാറ്ററൽ ആൻഡ് സ്കാലിൻ ട്രയാങ്കിൾ. ഇവയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എന്താന്ന് പറഞ്ഞു തരാതെ നമ്മൾ വേഗം കൊണ്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. The length and breadth of rectangle is 13 centimeter and 10 centimeter respectively. What is its perimeter? ഒരു റെക്ടാങ്കിളിന്റെ വശങ്ങള് നീളം അതുപോലെ തന്നെ വീതി 10ഉം 13ഉം സെന്റിമീറ്റേഴ്സ് ആണ്. അതിന്റെ പെരിമീറ്റർ ചുറ്റളവ് എന്താണെന്നാണ് ചോദിച്ചേക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേഗം ഉത്തരം പറഞ്ഞു. 26, 46, 23, 43 സെന്റിമീറ്റർ. 46 സെന്റിമീറ്റർ. ആരാണ് മ്യൂട്ട് ചെയ്യാത്തതെന്ന് വെച്ചൊന്ന് മ്യൂട്ട് ചെയ്യാമോ? എക്കോ വരണമെന്നാണ് പറയുന്നത്. അൺമ്യൂട്ട് ചെയ്തവരാരോ മ്യൂട്ട് ചെയ്യാത്തവരുണ്ട്. ഒന്ന് വേഗം ഒന്ന് ചെയ്യാം കേട്ടാ. 46 അല്ലെ? അതായത് പെരിമീറ്റർ, റെക്ടാങ്കിളുടെ പെരിമീറ്റർ കാണാനാ പറഞ്ഞത്. 2 × L + B. 46 ആണ് കിട്ടിയിരിക്കുന്നത്. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? എന്തെങ്കിലും വേഗം പറയണം. ഓക്കെ, കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 56 സെന്റിമീറ്റർ. ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് സം ഓഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 56 സെന്റിമീറ്റർ. അതിന്റെ നീളത്തിന്റെയും വീതിയുടെയും തുക എത്ര? ചതുരത്തിന്റെ ചുറ്റളവാണ് 56 എന്നേക്കണം. അങ്ങനെയാണെങ്കിൽ നീളത്തിന്റെയും വീതിയുടെയും തുക എത്ര? 28 സെന്റിമീറ്റർ, 14 സെന്റിമീറ്റർ, 28 സെന്റിമീറ്റർ സ്ക്വയർ, 14 സെന്റിമീറ്റർ സ്ക്വയർ. 28 സെന്റിമീറ്റർ. ആ, സെന്റിമീറ്ററും സെന്റിമീറ്റർ സ്ക്വയറും തരുമ്പോ ഏതാണ് ഇടേണ്ട യൂണിറ്റ് എന്നും കൂടി ശ്രദ്ധിച്ചു നോക്കി ഇടണം കേട്ടോ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നീളവും വീതിയും കൂട്ടിയാലുള്ള തുക എത്രയാണെന്നാണ് ചോദിച്ചിട്ട്. പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ എത്രയാ തന്നേക്കണേ? 56. നമുക്കറിയാം പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2 × L + B. 2 × L + B ആണ് ഈ 56 തന്നേക്കണേ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? L + B അവിടെ തന്നെ നിർത്താം. നീളവും വീതിയും കൂട്ടുന്നത് അവിടെ തന്നെ നിർത്താം. ഈ 56ന്റെ അടുത്തേക്ക് ഇൻറ്റു ചെയ്യാനുള്ള 2 ആണ്. ഇത് 2 ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. 2 × L + B ആണ്. അത് അപ്പുറത്തേക്ക് പോകുമ്പോ എന്താകും? ഡിവിഷൻ ആകും. അപ്പൊ L + B എത്രയായി? എല്ലും ബി കൂടി കൂട്ടിയാൽ, നീളവും വീതി കൂടി കൂട്ടിയാൽ അതിന്റെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 56നെ 2 കൊണ്ട് ഹരിക്കുന്നതാണ്. എത്രയാണ് ഉത്തരം? 28 സെന്റിമീറ്റർ എന്നുള്ള ഉത്തരം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. 28 സെന്റിമീറ്റർ ഉണ്ട്, 14 സെന്റിമീറ്റർ ഉണ്ട്, 28 സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട്, 14 സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 28 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തത്. വൺ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് 30 മീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഒരു സമചതുരത്തിന്റെ ഒരു വശം 30 മീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്ര? സമചതുരം ഉണ്ട്, സമചതുരം. ഓക്കെ, 900 മീറ്റർ സ്ക്വയർ. 90 എന്ന് തന്നിട്ടുണ്ട്. 90 മീറ്റർ സ്ക്വയർ, 90 സെന്റിമീറ്റർ സ്ക്വയർ, 9000 മീറ്റർ, 900 മീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. 900 മീറ്റർ സ്ക്വയർ. ഓക്കെ, വശമാണ് തന്നിരിക്കുന്നത് 30 മീറ്ററിന് ഒരു വശം തന്നിട്ടുണ്ട്. സ്ക്വയറിന്റെ എന്താ പറയാ ഏരിയ കാണാനുള്ള ഇക്വേഷൻ A സ്ക്വയർ ആണ്, അല്ലെങ്കിൽ സൈഡിന്റെ സ്ക്വയർ ആണ്. സൈഡ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ 30ന്റെ സ്ക്വയർ ആണ്. 30ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9, 3ന്റെ സ്ക്വയർ 9 ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 0 എത്രയാണോ അതിന്റെ
ഇരട്ടി പൂജ്യമാണ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തത്. ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 256 centimeter square and its breadth is 18 meter. മീറ്റർ ആണ്, 2 മീറ്റർ ആണ്. Then its length is dash. ഒരു ചതുരത്തിന്റെ പരപ്പളവ് 256 മീറ്റർ സ്ക്വയറും വീതി 18 നീളം എത്ര എന്നാണ്. ആൻസേഴ്സ് വായിക്കാം. 14.22 മീറ്റർ, 14 മീറ്റർ, 1.422 മീറ്റർ, 0.1422. 14.22. എ ഓപ്ഷൻ ആണ് ശരി. ഓക്കെ, 14.22. അതോരുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അതായത് റെക്ടാങ്കിളിന്റെ ഏരിയ, ഇവിടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ ഓഫ് റെക്ടാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ L/B എന്നറിയാം, LB. ഇവിടെ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. നോക്കിയ ഏരിയ 256 തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മറ്റേത് തന്നിരിക്കുന്നത് ഏതാ? ലെങ്ത് അല്ല തന്നിരിക്കണം, വീതി തന്നിട്ടുണ്ട്. ലെങ്ത് തന്നിട്ടില്ല. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 18. അപ്പൊ നമുക്ക് ഈ ലെങ്ത് അല്ലേ കാണണ്ടേ? ഈ ഗുണിക്കാനുള്ളതിന് പുറത്തേക്ക് കൊണ്ടുവരാം. 256/8 സോറി 18. 256നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ലെങ്ത് ആണ്. അപ്പൊ 256 ഹരണം 18 ആണ് കേട്ടോ, ഹരിക്കണം 18നെ. അല്ലെങ്കിൽ ഓർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ഏരിയ ബൈ ബ്രെഡ്ത്ത് ആണ്. ഏരിയ ബൈ ബ്രെഡ്ത്ത്. 256നെ ഇനി ഹരിച്ചു കാണിക്കണമെന്നുണ്ടോ? 18 ഒരു പ്രാവശ്യം പോവുള്ളൂ. 7 കിട്ടും. 6 ആർക്ക് ചെയ്താൽ 4 പ്രാവശ്യം പോവുള്ളൂ. 72 വരും. 22 കഴിഞ്ഞാൽ ബാക്കി ശിഷ്ടം 4 വരും. 4 പോകാത്തത് കൊണ്ട് മുകളിൽ പോയിന്റ് ഇടുക, ഒരു 0 ചേർക്കുക. എന്നിട്ട് എത്ര പ്രാവശ്യം പോകും നോക്കാം. 18 2 പ്രാവശ്യം പോകുള്ളൂ. 36. വീണ്ടും 4 ശിഷ്ടം വരും. 0 ചേർത്താൽ വീണ്ടും 2 പോകും. ആ 2 അങ്ങനെ ചെയ്തു പോയിക്കൊണ്ടേയിരിക്കും. 14.22 ആണ് കേട്ടോ. 14.22. ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് 2500 centimeter square. Then its one side is dash. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 2500 മീറ്റർ സ്ക്വയർ ആണ്. ആയാൽ അതിന്റെ ഒരു വശത്തിന്റെ നീളം 50 centimeter. 50 സെന്റിമീറ്റർ. ഒരു സ്ക്വയറിന്റെ ഏരിയ ആണ് തന്നേക്കണേ. ഏരിയ ഓഫ് സ്ക്വയർ കാണാനുള്ള ഇക്വേഷൻ എന്താ? എ സ്ക്വയർ. സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണത്? 2500. എ സ്ക്വയർ ആണ് 2500 എങ്കിൽ therefore എ കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു സംഖ്യയുടെ സ്ക്വയർ തന്നു കഴിഞ്ഞാൽ സംഖ്യ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്നറിയാം, അതിനെ റൂട്ട് ചെയ്താൽ മതി. മനസ്സിലായ? ഈ സംഖ്യേനെ എ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത് 2500. അങ്ങനെയാണെങ്കിൽ എ കാണണമെങ്കിൽ ആ സംഖ്യേനെ റൂട്ട് ചെയ്യാം. റൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 25ന്റെ റൂട്ട് എത്രയാ? 5 ആണ്. 25ന്റെ റൂട്ട് 5 ആണ്. 2 പൂജ്യങ്ങളുണ്ട്. റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ 1 പൂജ്യം ചേർക്കാൻ പാടില്ല, പകുതി. സ്ക്വയർ ചെയ്യുമ്പോൾ ഇരട്ടി, റൂട്ട് കാണുമ്പോൾ പകുതി പൂജ്യം. 2 പൂജ്യം ഉള്ളതുകൊണ്ട് 1 പൂജ്യം എടുക്കുന്നു. അപ്പൊ 50 സെന്റിമീറ്റർ. സെന്റിമീറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നെ, അതുകൊണ്ട് 50 സെന്റിമീറ്റർ. സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ? സോറി, മീറ്റർ ആണ് കേട്ടോ തന്നിരുന്നത്. മീറ്ററിലാണ്. അപ്പൊ 5 മീറ്റർ, 50 മീറ്റർ, 500 സെന്റിമീറ്റർ, 500 മീറ്റർ. അങ്ങനെയൊക്കെയാണ് ഉത്തരം കിടന്നിരുന്നത്. അപ്പൊ 50 മീറ്റർ. കിട്ടിയോ? ചോദിച്ചവർക്ക് കിട്ടിയോ? സംശയം? പറയുന്നില്ലല്ലോ ആരും. സംശയം ചോദിച്ചവർക്ക് കിട്ടിയോന്നാണ് ചോദിച്ചത്. ഓക്കെ, സെന്റിമീറ്റർ അല്ലേ? ആ ക്വസ്റ്റ്യനില് സെന്റിമീറ്റർ ആണോ നോക്കണേ? അപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? മീറ്റർ സെന്റിമീറ്റർ ആണെന്നാണോ നിങ്ങൾക്ക് തന്നപ്പോ എങ്ങനെ എടുത്ത് എഴുതിയെന്ന് എനിക്കറിയില്ല. സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ, മീറ്റർ ആണെങ്കിൽ മീറ്റർ, സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ. മീറ്റർ എന്നാണെന്ന് തോന്നുന്നത് അല്ലേ? മീറ്ററിലാണ് തന്നേക്കണെങ്കിൽ മീറ്ററിൽ തന്നെ ആൻസർ ചെയ്തോ കേട്ടോ. സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്ററിൽ ആൻസർ ചെയ്തോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തേതാണ്.
the area of a square is 625 centimeter square. Then what is its perimeter? ഒരു സമചതുരത്തിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട് കേട്ടോ 625. അതിന്റെ ചുറ്റളവാണ് നിങ്ങളോട് ചോദിച്ചാണ്, വശമല്ല ചോദിച്ചാണ്, ചുറ്റളവ് കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. ഏരിയ തന്നിരിക്കുന്നത് 625 അതായത് എ സ്ക്വയർ ആണ് 625 തന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് 625ന്റെ റൂട്ട് സൈഡ് കണ്ടുപിടിക്കണം. ഓക്കെ, 625ന്റെ റൂട്ട് എത്രയാ? കുറെ റൂട്ടൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കാം. 25 ആണ്. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഒരു സൈഡാണ്, പക്ഷെ സൈഡ് അല്ലാട്ട് ചോദിച്ചേക്കണത്. സൈഡ് അല്ല ചോദിച്ചിരിക്കുന്നത്. 25 ഒക്കെ നമുക്ക് ഉത്തരത്തിൽ തന്നിട്ടുണ്ട്. 25 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ, 100 സെന്റിമീറ്റർ, ഇങ്ങനെയൊക്കെയാണ് ഉത്തരത്തിൽ തന്നേക്കണേ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചുറ്റളവാണ്. ചുറ്റളവാണ് ഇക്വേഷൻ എന്താ? 4a സൈഡാണ്. അപ്പൊ 4 × 25 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 4 × 25 100 ആണ് ആൻസർ വരിക. 100 സെന്റിമീറ്റർ. ഓക്കെ, അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ബേസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ഈസ് 15 സെന്റിമീറ്റർ ആൻഡ് 16 സെന്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ് എന്നാണ് കേട്ടോ, ആൾട്ടിറ്റ്യൂഡ് എന്നല്ല. ആരോ ഹൈപ്പോട്ടന്യൂസ് എന്നാണ് എഴുതേണ്ടത്, ആൾട്ടിറ്റ്യൂഡ് എന്നാണ് കിടക്കണേന്ന് തോന്നുന്നത്. ഒരു മട്ട ത്രികോണത്തിന്റെ പാദവും ഉയരവും തന്നിട്ടുണ്ട് 15 സെന്റിമീറ്ററും 16 സെന്റിമീറ്ററും റെസ്പെക്റ്റീവ്ലി. എങ്കിൽ ത്രികോണത്തിന്റെ കർണം കാണുകയാണ് കേട്ടോ. കർണം കാണാൻ ഇക്വേഷനിൽ കൊടുക്കണം. എന്താ കർണം? ഹൈപ്പോട്ടന്യൂസ് കാണാൻ ഇക്വേഷൻ എന്താ? അതെ, റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഈ പാദവും ലംബവും തന്നിട്ടുണ്ട്. എത്രയാണ് നിൽക്കണേ? റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ അല്ലേ? 15 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ. 16ന്റെ സ്ക്വയർ എത്രയാ? 256 പ്ലസ് 15 സ്ക്വയർ 225 225. അപ്പൊ റൂട്ട് കാണുമ്പോഴോ, രണ്ടും കൂടി കൂട്ടുമ്പോഴോ റൂട്ട് 481ന്റെ റൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ? 481ന്റെ റൂട്ട് ഉണ്ടോ സംഖ്യക്ക്? ഇല്ല. കറക്റ്റ് ആയിട്ടുള്ള റൂട്ട് ഇല്ല. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് 21.8, 2.18, 0.218 നൺ, ഇങ്ങനെയാണ് തന്നേക്കണത്. ഇതിലേതെങ്കിലും വരുമോ? നന്നല്ലേ? 21.8 ഒന്നില്ല. 9 ആണോ വന്നത്? 93 കിട്ടിയേ വരുമോ? 21.9 ആണോ വന്നേക്കണേ? അതെ. അതൊന്ന് ചെയ്ത് കാണിക്കാവോ ടീച്ചറെ? ഏത് റൂട്ട് കാണാതാണോ? റൂട്ട് ഇല്ലാത്തതിന്റെ എന്താണ്? 481ന്റെ റൂട്ട് എങ്ങനെ കാണുന്നത്? 481ന്റെ റൂട്ട് കാണാം. ദേ നോക്കിക്കോട്ടാ, 481. ചില സംഖ്യകൾക്കൊന്നും റൂട്ടില്ല. റൂട്ടുള്ള സംഖ്യകളുടെ ഒക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? മറ്റേ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്ത് 2 ഒരേപോലത്തെ ഉള്ള സംഖ്യകളിൽ നിന്ന് 1 പുറത്തേക്ക് എടുക്കാം. അതുകൂടാതെ മറ്റൊരു രീതി കൂടി ഉണ്ട് റൂട്ട് കണ്ടുപിടിക്കാൻ. അതായത് പെർഫെക്റ്റ് റൂട്ട് ഇല്ലാത്ത സംഖ്യ അല്ലെങ്കിൽ പോയിന്റ് ഉള്ള സംഖ്യകളുടെ ഒക്കെ റൂട്ട് കണ്ടുപിടിക്കേണ്ടയും അവസ്ഥകൾ വരാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ കിട്ടില്ല. അതിന് പകരം നമ്മൾ ഒരു ഡിവിഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുക. ഒരു ഡിവിഷൻ മെത്തേഡ്, ഹരണക്രിയാ രീതിയിലാണ് നമ്മൾ റൂട്ട് കണ്ടുപിടിക്കാം. അതിന് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നിങ്ങൾ വലതുവശത്ത് തുടങ്ങി വലതുവശത്ത് നിന്ന് ഇടത്തോട്ടേക്ക് 2 അക്കമുള്ള സംഖ്യകളായിട്ട് ഗ്രൂപ്പ് ആക്കാം. വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് 2 അക്ക സംഖ്യകളുള്ള ഗ്രൂപ്പ് ആക്കാം. അപ്പൊ 81 ഒരു ഗ്രൂപ്പ്, 4 ഒറ്റയ്ക്കായി. കാരണം 4 വേറെ ഗ്രൂപ്പ് ആക്കാൻ വേറെ സംഖ്യ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പിടിച്ചൊന്നും കൊണ്ടുവന്നിട്ടുണ്ട. ആ സംഖ്യ അവിടെ കിടക്കുന്ന സംഖ്യകൾ മാത്രം ഗ്രൂപ്പ് ചെയ്താൽ മതി. അപ്പൊ 81 ഒരു ഗ്രൂപ്പ്, 4 ഒറ്റയ്ക്കായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ?
ഒരു നമ്പർ, അതായത് അതിന്റെ സ്ക്വയർ ചെയ്യുന്ന രീതിയിൽ, അതായത് സംഖ്യനെ സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഈ 4 അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ സംഖ്യ കിട്ടുന്ന രീതിയിൽ വരണം. അപ്പൊ 1 × 4 4 നമുക്കറിയാം. ഇവിടെ 4 സൈഡിൽ എഴുതി ഒരു പ്രാവശ്യം പോകുന്നൊക്കെ പറഞ്ഞാൽ എഴുതാം. പക്ഷെ പാടില്ല അങ്ങനെ. നമുക്ക് ഒരേ സംഖ്യ തന്നെ വേണം നമ്മളിവിടെ സൈഡിലും അതുപോലെ തന്നെ മുകളിലും ഇട്ട് കൊടുക്കാൻ. 2 പ്രാവശ്യമാണ് പോകുക. 2 × 2 4 ആണ് വരിക. ഓക്കെ, 2 × 2 4 എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടിയിൽ വരയ്ക്കും. 4 4 ൽ നിന്ന് 4 കുറച്ചാൽ 0. പിന്നെ നമ്മൾ സാധാരണ ഹരിക്കുമ്പോൾ കുറയ്ക്കണ പോലെ തന്നെ കുറയ്ക്കുക. മുകളിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ സംഖ്യ നമ്മൾ ഇതിന്റെ ചോട്ടിൽ ഇതിന്റെ കൂടെ കൊണ്ടുവന്ന് ആഡ് ചെയ്ത് ഇവിടെ എന്താക്കും? 4 നിടും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? അടുത്ത ഗ്രൂപ്പ് ഇറക്കി എഴുതണം. കാരണം അവിടെ 0 ആയി പോയി. 0 ഇനി ഇല്ല, വേറെ സംഖ്യ ഒന്നും ഇല്ല. അതുകൊണ്ട് അടുത്ത ഗ്രൂപ്പിനെ ഒറ്റ സംഖ്യയായിട്ടല്ല താഴേക്ക് ഇറക്കി എഴുതാം, ഗ്രൂപ്പായിട്ടാണ് താഴേക്ക് ഇറക്കി എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ആയപ്പോ എന്തോ കുറച്ച് സ്പീഡിലാ പറയുന്നേ. പറയാം, ഒന്നുകൂടി പറയാം. അത് ഒന്ന് ശ്രദ്ധിക്കട്ടെ. അതായത് നമ്മൾ റൂട്ട് കാണുമ്പോ സാധാരണ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണെങ്കിൽ എല്ലാ സംഖ്യകളുടെയും റൂട്ട് കിട്ടില്ല. അപ്പൊ നമ്മള് ഈ ഒരു മെത്തേഡ് കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. കാരണം ഇത് ഏത് സംഖ്യയുടെ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് സഹായിക്കും. ഏത് സംഖ്യ, റൂട്ട് ഉള്ള സംഖ്യ ആയിക്കോട്ടെ പെർഫെക്റ്റ് ആയിട്ട്, റൂട്ട് ഇല്ലാത്ത സംഖ്യയുടെയും പോയിന്റ് വരുന്ന സംഖ്യകളുടെയും നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തു നോക്കി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പഠിക്കേണ്ടത് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന സംഖ്യകളെ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് ഗ്രൂപ്പ് ചെയ്യുക വിത്ത് 2 നമ്പേഴ്സ്, 2, അതായത് പെയർ ഓഫ് നമ്പേഴ്സ് വരുന്ന രീതിയിൽ ഗ്രൂപ്പ് ചെയ്യണം. ഇപ്പൊ 5 സംഖ്യ ഉണ്ടെങ്കിൽ ആദ്യത്തെ 2 സംഖ്യ ഒരു ഗ്രൂപ്പ്, പിന്നത്തെ 2 സംഖ്യ ഒരു ഗ്രൂപ്പ്, അറ്റത്ത് ഈ അറ്റത്ത് കിടക്കുന്ന അതായത് 10,000ന്റെ പ്ലേസിൽ കിടക്കുന്ന സംഖ്യ ഒറ്റയ്ക്കാവും. ഓക്കെ, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്യാം. വരച്ചു വെക്കാം. നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി വരച്ചു വെക്കാം. അപ്പൊ ഞാൻ ഇവിടെ 81ന്റെ അടിയിൽ വരച്ചു, 4നെ ഒറ്റയ്ക്കാക്കി. ഇനി ഈ 4 കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരേ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ 2 ആണെങ്കിൽ 2 × 2 ചെയ്യണം. 3 × 3 ചെയ്താൽ വലുതായി പോകും, 9 ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് അതിനേക്കാൾ വലിയ സംഖ്യ, ഇപ്പൊ 4 ആണ് ഇവിടെ കിടക്കണേ, 4നേക്കാൾ വലിയ സംഖ്യ വരാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു നമ്പർ കിട്ടണം, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ സംഖ്യ കിട്ടുന്ന രീതിയിൽ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ 2 ആണ് നമുക്ക് ഇപ്പൊ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സംഖ്യ. 2നെ 2 കൊണ്ട് തന്നെ എഴുതി, 4 നമ്മൾ ഇതിന്റെ ചോട്ടിൽ കൊണ്ട് എഴുതി കുറച്ചു. 4 ൽ 4 കുറച്ച് 0 കിട്ടി. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് ഇനി കണക്ക് ചെയ്ത് ഫർദർ ചെയ്യണമെങ്കിൽ 81 എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് അങ്ങനെ തന്നെ താഴോട്ട് ഇറക്കി എഴുതും. താഴോട്ട് ഇറക്കി എഴുതുമ്പോൾ ഓർക്കുക, നമ്മൾ ഇനി ചെയ്യുന്നത് ഇവിടെ നമ്മൾ കൂട്ടി എഴുതിയില്ലേ, അതായത് മുകളിൽ എഴുതിയ സംഖ്യയും താഴെ സൈഡിൽ എഴുതിയ സംഖ്യയും നമ്മൾ കൂട്ടി. ആ കൂട്ടിയിട്ടാണ് 4 എഴുതിയേക്കണേ. അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സംഖ്യ ഇട്ട് കൊടുത്ത് അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കണം. ഇട്ട് കൊടുക്കുന്ന സംഖ്യ കൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സംഖ്യകൾ മാറില്ല എന്നർത്ഥം. മനസ്സിലായോ? ഇപ്പൊ ഞാൻ 4 ആണ് ഇവിടെ കിടക്കുന്നത്. 4ന്റെ ഇപ്പുറത്ത് നമുക്ക് ഒരു സംഖ്യ ഇട്ട് കൊടുക്കാം. ഏറ്റവും ചെറിയ സംഖ്യയായ 1 ആണ് ഞാൻ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത്. 41നെ 1 കൊണ്ട് തന്നെ ഗുണിക്കണം. എത്രയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ 2 ആണ് ഇട്ട് കൊടുത്തതെങ്കിലോ 2 തന്നെ ഇട്ട് ഗുണിക്കണം. 2 × 2 4, 2 × 4 8, 84 ആയിപ്പോയി. സോ ഇത് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഇവിടെ 81 ഉള്ളൂ, 84 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്കറിയാം ഒരു പ്രാവശ്യം പോയുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ എഴുതി 1, ഇവിടെ സൈഡിലും നമ്മൾ 1 ഇട്ട് കൊടുക്കും. മുകളിലും സൈഡിലും എപ്പോഴും ആ നമ്പേഴ്സ് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കണം. മുകളിൽ എഴുതാം, സൈഡിൽ എഴുതാം, മുകളിൽ എഴുതാം, സൈഡിൽ എഴുതാം. അപ്പൊ നമുക്ക് കിട്ടിയത് 41 ആണ്. 1 × 41 41. വീണ്ടും നമ്മളത് കുറയ്ക്കുന്നു, 0 ഇറക്കി എഴുതുന്നു. അതായത് 4 1 ൽ നിന്ന് 1 കുറച്ച 0, 8 ൽ നിന്ന് 4 കുറച്ച 4 നമുക്ക് കിട്ടി. അടുത്തത് മുകളിൽ ഇട്ട് കൊടുത്ത സംഖ്യ നമ്മൾ ഇവിടെ കൂട്ടി 41 1 കൂട്ടിയിട്ട് നമുക്ക് എത്ര എഴുതാം? ഇവിടെ 42 എഴുതാം. ഇനിയും നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് ഇവിടെ താഴെ കിടക്കുന്നത് 40 ആണ്. 40നെ നമുക്കറിയാം, നോക്കി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 42 എന്ന് പറയുന്ന സംഖ്യ പുറത്ത് കിടക്കുന്ന സംഖ്യയിൽ വലുത് കമ്പയർ ടു അകത്തെടുക്കുന്ന സംഖ്യ. അപ്പൊ അതെന്ത് ചെയ്യും? നമുക്ക് അതിനെ വലുതാക്കണം. ഈ അകത്ത് കിടക്കുന്ന സംഖ്യ എപ്പോഴും വലുതായിരിക്കണം. ഡിവൈഡ് ചെയ്യേണ്ട സംഖ്യ എപ്പോഴും വലുതായിരിക്കണം. അപ്പൊ അതിനെ വലുതാക്കണമെങ്കിൽ നമ്മൾ 40ന്റെ അപ്പുറത്തേക്ക് 0 ആണ് കൂട്ടിയിട്ട് കൊടുത്ത് നമ്മൾ വലുതാക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? 0 ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് 0 എത്ര ഇടാമെന്ന് അറിയാമോ? റൂട്ട് കാണുന്നതായതുകൊണ്ട് നമുക്ക് 1 0 അല്ല 2 0 ഇട്ട് കൊടുക്കാം. പോയിന്റ് ഇടുന്നു, 2 0 ചേർക്കുന്നു. ഇപ്പൊ ഇവിടെ എത്രയും 4000. ഇപ്പുറത്ത് എത്ര കിടക്കണം? 42. ഇനി 42ന്റെ തൊട്ടപ്പുറത്ത് ഒരു സംഖ്യ ഇട്ട് കൊടുക്കണം. അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നുകിൽ 4000 അല്ലെങ്കിൽ 4000ത്തേക്കാൾ ചെറിയ സംഖ്യ കിട്ടുന്ന രീതിയിൽ ചെയ്യണം. അപ്പൊ 4000 ആണ് അവിടെ കിടക്കുന്നത്. അപ്പൊ 4000 കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ 42ന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സംഖ്യ എന്താ പറയാ, അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ 42 400 ഇത് ക്ലിയർ ചെയ്യേണ്ടി വരും. എന്നാലും എനിക്ക് അടുത്ത ചെയ്യാൻ പറ്റില്ല. ഇത്രയും മനസ്സിലായോ? 21 പോയിന്റ് വരെ കിട്ടിയിട്ടുണ്ട്. അടുത്ത സംഖ്യയാണ് നമുക്ക് അറിയേണ്ടത്.
8 ആണോ 9 ആണോ അല്ലെങ്കിൽ മിസ് ഈ 2 പൂജ്യം ഇട്ട് കൊടുത്തത് 42 ആയോണ്ടാണോ 2 ആയോണ്ടാണോ അവിടെ 2 പൂജ്യം ഇട്ട് കൊടുത്തത്? അല്ല റൂട്ട് കാണുമ്പോഴാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. 2 പൂജ്യം പോയിന്റ് ഇട്ട നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? ഒരു സംഖ്യ താഴെ റിമൈൻഡർ ഇട്ടിക്കുമ്പോൾ അതിൽ പോയില്ലെങ്കിൽ പോയിന്റ് ഇട്ടിട്ട് ഒരു പൂജ്യം ചേർക്കാറില്ലേ? ഒരു പൂജ്യം ചേർക്കാറില്ലേ? ഇവിടെ റൂട്ട് കാണുന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രോസസ് ആയതുകൊണ്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ 2 പൂജ്യം ഇടാം. ഇറക്കി എഴുതിയത് എങ്ങനെയാ? താഴോട്ട് ഇറക്കി എഴുതിയത് 4 മൈനസ് ചെയ്തപ്പോ 0 കിട്ടി. അടുത്ത ഞാൻ 8 അല്ലല്ലോ ഇറക്കി എഴുതിയത്. 8 എന്ന് പറയുന്ന അതിന്റെ കൂടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഒന്നുകൂടി 81 ഒരുമിച്ച് താഴോട്ട് ഇറക്കി ചെയ്തത്. 2 റൂട്ട് ആയതുകൊണ്ടാണ് ആ 12 നമ്പർ നമ്മൾ എടുത്ത് എഴുതേണ്ടി വരുന്നത്. 2 സംഖ്യകൾ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. അതെ ഗ്രൂപ്പ് തന്നെയാണ് എടുത്ത് എഴുതേണ്ടത്. റിമൈൻഡർ കിട്ടുമ്പോൾ അതിനകത്ത് പോയില്ലെങ്കിൽ അത് ചെറിയ സംഖ്യ ആണെങ്കിൽ അപ്പുറത്ത് വേറെ സംഖ്യ നമുക്ക് ഇറക്കി എഴുതാണ്ടെങ്കിൽ ഒരക്കമായിട്ട് എഴുതാൻ പാടില്ല. നമ്മൾ അതിനാണ് ഗ്രൂപ്പ് ചെയ്യണം. ആദ്യം തന്നെ ആ ഗ്രൂപ്പുകളാണ് താഴോട്ടേക്ക് ഇറക്കി എഴുതേണ്ടത്. അപ്പൊ ഇവിടെ 4000 ആണ് റിമൈനിങ്. ഓക്കെ, 4000 റിമൈനിങ്. 42ന്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഒരു സംഖ്യ ഇട്ട് കൊടുക്കാം. അതേ സംഖ്യ കൊണ്ട് കുടിക്കണം, വേറെ സംഖ്യ പറ്റില്ല. ചിലപ്പോ വേറെ ആണെങ്കിൽ സംഖ്യ ഇട്ട് കൊടുത്താൽ നമുക്ക് ചിലപ്പോ കറക്റ്റ് 4000 കിട്ടുമായിരിക്കും. പക്ഷെ അത് പാടില്ല. ഇട്ട് കൊടുക്കുന്ന സംഖ്യ തന്നെ വെച്ച് ഗുണിക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് ഏത് സംഖ്യ വെച്ച് ഗുണിക്കാം? 9 കൊണ്ടാക്കാം. എത്ര കൊണ്ട്? 9 കൊണ്ട്. ഒരു മിനിറ്റ് ആക്കിട്ടെ, അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത ആകെ പ്രശ്നം നോക്കാം. നമുക്ക് 42ന്റെ അപ്പുറത്ത് 9 ഇട്ട് കൊടുക്കുന്നു. 9 തന്നെ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 × 9 81. ബാലൻസ് 8 ഉണ്ട്. 8 മൈനസിൽ വെച്ചോൾട്ടാ. 2 × 9 18. 18 8 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 26. 6 ബാലൻസ് 2 ഉണ്ട്. 2 ബാലൻസ് ഉണ്ട്. 9 × 4 36. 36 2 38. ഓക്കെ, 9 പ്രാവശ്യം പോകും. അപ്പൊ 21.9 ആണ് കേട്ടാ. 21.9 ആണ് നമ്മുടെ ആൻസർ വരിക. ഇവിടെ 21.8 ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഇല്ല. നൺ എന്ന് പറയുന്ന ആൻസർ ആണ് നമ്മുടെ ശരിയായിട്ടുള്ളത് കേട്ടാ. നൺ 21.9. ഇനിയും പോകും. 38 61 കിട്ടിയിട്ടുള്ളൂ. ഇതിന്റെ 4000 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഇനിയും പോകും. പക്ഷെ നമുക്ക് ഇവിടെ വെച്ച് നിർത്തുക. കാരണം പോയിന്റ് കഴിഞ്ഞ് ഒരു ഡെസിമൽ എങ്കിലും നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയും റൂട്ട് കാണാനൊരു പ്രക്രിയ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നിങ്ങൾക്ക് റൂട്ട് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു രീതിയിൽ ഒന്ന് റൂട്ട് കണ്ടു നോക്കാം. ഇത് എല്ലാ രീതിക്കും നമുക്ക് ഉപയോഗപ്പെടും. വലിയ സംഖ്യയുടെ ഒക്കെ റൂട്ട് കാണാനായിട്ട് ഫാക്ടറൈസേഷൻ മെത്തേഡ് ചിലപ്പോഴൊക്കെ ചിലടത്ത് വരുമ്പോൾ സ്റ്റക്ക് ആവും. പിന്നെ ഏത് സംഖ്യ വെച്ചിട്ട് അതിന് നമുക്ക് ഫർദർ ഡിവിഷൻ പറ്റാന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ എളുപ്പം ഇങ്ങനെ ചെയ്തൊന്ന് പഠിച്ചു വരുമ്പോ ഇത് എളുപ്പമാവും കേട്ടോ. ഇത് കുറച്ച് എന്താ പറയാ ഈസി അല്ലല്ലോ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെത്തേഡ് അല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയില്ല. നമ്മളെ ഗ്രൂപ്പ് ചെയ്യുന്നതും എഴുതുന്ന സംഖ്യ തന്നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതും മാത്രം ഓർത്തിരിക്കും. എപ്പോഴെപ്പോഴും സൈഡിൽ നമ്മളിങ്ങനെ താഴേക്ക് കൂട്ടി വലിയ സംഖ്യ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ 21.9 ആണ് ശരിക്കുള്ള ആൻസർ. ചെയ്ത് കാണിച്ചു തരുമോ? റൂട്ടുള്ള ഒരു സംഖ്യയുടെ എങ്ങനെ ചെയ്ത് കാണിച്ചു തരുമോ? പിന്നെന്താ കാണിച്ചു തരുമല്ലോ. 625. തൊട്ട് മുമ്പിൽ നമ്മൾ ചെയ്ത ഒരു റൂട്ടിന്റെ സംഖ്യ ആയിരുന്നില്ലേ? ഗ്രൂപ്പ് ചെയ്യാം. 625 ആണ്. അപ്പൊ നമുക്ക് ഏത് സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യണമെന്ന് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഒന്നുകിൽ 6 അല്ലെങ്കിൽ 6-നേക്കാൾ ചെറിയ സംഖ്യ. പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടാം, അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. 2 എടുത്തില്ല. 3 × 2 എന്ന് പറയും ചിലപ്പോ. 3 × 2 കറക്റ്റ് ആയിട്ട് 6 പോകണ്ടല്ലോ, പിന്നെ എന്ത് ചെയ്യാതെ ഇതാനിയെന്ന്. അങ്ങനെ പാടില്ല. സൈഡിൽ എഴുതുന്ന സംഖ്യ മുകളിൽ എഴുതുന്ന സംഖ്യ ഒന്ന് തന്നെ ആയിരിക്കാം. അപ്പൊ 2 × 2 4, 3 × 3 9. അപ്പൊ ഏതെടുക്കണം? 2. അപ്പൊ ഞാൻ ഇവിടെയും എഴുതി, മുകളിലും 2 എഴുതി. ഓക്കെ, 2 × 2 4 എഴുതി. താഴേക്ക് എഴുതിയിട്ട് ഈ മുകളിൽ എഴുതുന്ന 2 നമ്മൾ ഈ താഴെ സൈഡിൽ എഴുതിയേക്കണം. 2ന്റെ കൂടെ കൂട്ടി താഴേക്ക് ഇറക്കി എഴുതി 4. ഓക്കെ, ഇനി 6ൽ നിന്ന് 4 കുറച്ച്. അതൊക്കെ ഡിവിഷന്റെ മെത്തേഡ് തന്നെ, ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി തന്നെ. 6ൽ നിന്ന് 4 കുറച്ച് 2 എഴുതി. ഇനി അടുത്തത് നമ്മൾ ഈ 2ൽ പോകില്ല. കാരണം 4 എന്ന് പറയുന്നത് വലുതും ഉള്ളിൽ കിടക്കുന്ന 2 ചെറുതുമാണ്. അപ്പൊ നമുക്ക് അടുത്ത സംഖ്യയുടെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പാണ്. 25 അങ്ങോട്ട് ഇറക്കി ചെയ്യുന്നത് താഴോട്ട്. ഇനി 225 കിട്ടണം. 4ന്റെ തൊട്ടിപ്പുറത്ത് ഒരു സംഖ്യ ഇട്ട് കൊടുത്ത് അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 225 അല്ലെങ്കിൽ അതിൽ ചെറിയൊരു സംഖ്യ കിട്ടണം. അപ്പൊ 4ന്റെ ഇപ്പുറത്ത് ഞാൻ 5 ഇട്ട് കൊടുക്കണം. കാരണം ഇത് 5 എന്ന് പറയുന്ന സംഖ്യയുള്ള അറ്റത്ത് വന്നേക്കണേ. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾ എന്തായാലും വരുമെന്ന് ഉള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇട്ട് കൊടുക്കണേ. ശരിയാണോ നമുക്ക് നോക്കാം. 5 25 5 ബാലൻസ് 2 ആണ്. 5 × 4 20. 20 + 2 225. കറക്റ്റ് ആയല്ലോ. അപ്പൊ ഇട്ട് കൊടുത്തത് ഏത് സംഖ്യ ഞാൻ ഇട്ട് കൊടുത്തേ? 5 ആണ് പുതിയതായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. സോ 225 കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ 25 ആണ് 625ന്റെ റൂട്ട് അല്ലേ? 625ന്റെ റൂട്ട് 25 അല്ലേ നമ്മൾ സാധാരണ ചെയ്യുമ്പോ? ഓക്കെ, അതാണ്.
അപ്പൊ ഇത് ഒന്ന് ചെയ്ത് കുറെ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ എന്ത് കാര്യവും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഏത് രീതിക്കും പറ്റും. കാരണം കുറെ വലിയ സംഖ്യ, പോയിന്റ് ഉള്ള സംഖ്യ, റൂട്ട് ഇല്ലാത്ത സംഖ്യ, ഇപ്പൊ 481 റൂട്ടില്ലാത്ത സംഖ്യ ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 481 ഉത്തരം കിട്ടിയത്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന ചില ഓപ്ഷൻസിൽ ആ 481 റൂട്ട് 481 ഇല്ല. അതിന്റെ റൂട്ട് കണ്ടുപിടിച്ചിട്ടുള്ള വിലയാണ് അവിടെ കിടക്കണേ. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇതിനകത്ത് ഏതാണ് റൂട്ട് എന്ന് കൺഫ്യൂഷൻ ആകും. അപ്പൊ ഇതൊന്നും ചെയ്ത് പഠിച്ചേക്കാം. ഈ പോയിന്റ് ഉള്ള സംഖ്യ ഗ്രൂപ്പ് ആക്കുന്ന എങ്ങനെയാ? പോയിന്റ് ഉള്ള സംഖ്യ വരുമ്പോൾ എങ്ങനെയാ ഗ്രൂപ്പ്? പോയിന്റിന്റെ അപ്പുറത്തും പോയിന്റിന്റെ ഇപ്പുറത്തുമായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. പോയിന്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് സൈഡിലും വേറെ വേറെ ഗ്രൂപ്പ് ചെയ്യണം. രണ്ടായിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുക കേട്ടാ. പോയിന്റിന്റെ അടുത്ത ദിവസം നമുക്ക് പോയിന്റ് ഉള്ളത് ഒരെണ്ണം ചെയ്തു നോക്കാം. തൽക്കാലം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോയിന്റ് ഇപ്പൊ ഇത് ചെയ്തേക്കുന്ന ഒന്ന് ഈ വീട്ടില് ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ഹോംവർക്ക് പോലെ ഒന്ന് ചെയ്തു നോക്കാം. വേറെ വേറെ സംഖ്യകൾ കേട്ടാ. ഓക്കെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സെക്കൻഡ്സിൽ ചെയ്ത് തീർക്കുന്ന ആളുകളും ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കണം നേരം. ശരിയാണ്, സമയം കുറെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരു കൺസ്ട്രെയിന്റ് അല്ല ഇവിടെ. കാരണം വിത്തിൻ സെക്കൻഡ്സിൽ ഇതുമല്ല ഇതിന്റെ അപ്പുറം ചെയ്യുന്ന ആളുകളും ഉണ്ട്. നമ്മള് എല്ലാ ഗ്രൂപ്പ് ഓഫ് ആളുകളും PSC എഴുതുന്നവരാണല്ലോ. എല്ലാവരും ഒരേ റേഞ്ചിൽപ്പെട്ട ആളുകളല്ലല്ലോ എക്സാംസ് എഴുതണേ, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്കിൽ ഉണ്ടായിരുന്നു √2.5 ചെയ്യാനുണ്ടായിരുന്നു. അതെ. അത് ഞാനത് യൂട്യൂബിലൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് അത് ക്ലിയർ ആയിക്കോളും. ശരിയാണ്. ആൻസർ ഇതിന്റെ ആൻസർ 21.9 ആയിരുന്നില്ലേ? 21.9 നിങ്ങൾക്ക് തന്നിരുന്ന ഓപ്ഷൻസിൽ അത് ഇല്ല. നൺ എന്ന് പറയുന്ന ആൻസർ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നൺ കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ബേസ് ഹൈപ്പോട്ടന്യൂസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ഈസ് 8 cm, 10 cm and 7 cm. വാട്ട് ഈസ് ദ പെരിമീറ്റർ? സിമ്പിൾ ആണ്. വേഗം പറഞ്ഞേ ഉത്തരം. എല്ലാ വശവും കൂടി കൂട്ടിയാൽ മതി അല്ലെ? വശങ്ങളെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ ബേസും ആൾട്ടിറ്റ്യൂഡ് എത്ര? 25. 25 സെന്റിമീറ്റർ ആണ്. 25 സെന്റിമീറ്റർ ആണ് കേട്ടാ. 3 വശം കൂടി കൂട്ടിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വൺ സൈഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഈസ് 18 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം 18 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ പരപ്പളവ് എത്ര എന്നാണ്? 9√3 സെന്റിമീറ്റർ സ്ക്വയർ, 81 സെന്റിമീറ്റർ സ്ക്വയർ, 81√3 സെന്റിമീറ്റർ സ്ക്വയർ, 18√3 സെന്റിമീറ്റർ സ്ക്വയർ. ഏതാണ് ഉത്തരം? 81√3. 81√3 ആണ്. ഓക്കെ. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ എന്താ പറയാ ഈ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചേക്കണേ. സമഭുജ ത്രികോണം. തുടക്കം തന്നെ ഈ ക്ലാസിന്റെ തുടക്കം തന്നെ നമ്മൾ തന്നിരിക്കുന്ന നോട്ടില് നിങ്ങൾക്ക് നോട്ട്സ് തന്നിട്ടുണ്ട്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. ഓരോന്നിന്റെ ഏരിയയും പെരിമീറ്ററും ഒക്കെ കാണുന്നത് എങ്ങനെയാന്ന്. അപ്പൊ നമ്മള് ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയ ആണ് ഇക്വേഷൻ എഴുതി വെച്ചായിരുന്നല്ലോ. എന്തായിരുന്നു അത്? √3/4 a square in which a stands for side. അതില് a എന്ന് പറയുന്നത് സൈഡ് ആണ് അല്ലെ, വശമാണ്. അപ്പൊ ഇവിടെ വശം തന്നിട്ടുണ്ട്. വശം എത്രയാ തന്നേക്കണേ? 18 ആണ് അല്ലെ. അപ്പൊ √3/4 ഇൻറ്റു 18 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 18 × 18. 18 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 18 × 18 ആണ്. അപ്പൊ നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ആ വെട്ടിച്ചെറുതാക്കാം. 2 വെച്ച് 2 × 2 4, 2 18 9 പ്രാവശ്യം പോകും. വീണ്ടും ഈ ഒരു 2നെ നമുക്ക് വെട്ടി 18ന്റെ വീണ്ടും വെട്ടിയിട്ട് അവിടെ മുകളിൽ 9 എഴുതാം. അപ്പൊ 9 × 9 പിന്നെ √3 ബാക്കിയുള്ളൂ. അപ്പൊ 9 × 9 √3 ആണ്. അപ്പൊ 9 × 9 81, 81 √3. √3ന്റെ വാല്യൂ ഇവിടെ ഗുണിച്ചിട്ടില്ല. √3ന്റെ വാല്യൂ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ പറഞ്ഞിരുന്നു 1.732 സംതിങ് അങ്ങനെ പോകും. പക്ഷെ ഇവിടെ അത് ഗുണിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസില് 9√3, 81 സെന്റിമീറ്റർ സ്ക്വയർ, 81√3, 18√3 എന്നൊക്കെയാണ് തന്നേക്കണത്. അപ്പൊ അതുകൊണ്ട് √3 അവിടെ കിടപ്പുണ്ട്. സോ 81√3 ആണ്. വെട്ടിച്ചെറുതാക്കി ചെയ്യാം. √3യുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന ആൻസറിനകത്തെ √3യുമായി ബന്ധപ്പെട്ട ആൻസർ ആണ് അവിടെ കിടക്കുന്നതെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടി ഗുണിക്കേണ്ടി വരും. ആ റൂട്ടിന്റെ സ്ഥാനത്ത് വില കൂടി കൊടുത്തിട്ട് ഗുണിക്കേണ്ടി വരും. അല്ല √3 ഉള്ള ആൻസർ ആണ് ഓപ്ഷൻസിൽ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ബാക്കിയുള്ളത് അപ്പൊ √3യുടെ വില കൊടുക്കണ്ട. വെറുതെ വീണ്ടും സമയം പോകും. സമയം നമ്മൾ മിസ്യൂസ് ചെയ്യാതെ ചെയ്യാം.
അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ പെരിമീറ്റർ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഈസ് 36 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, ഏരിയ കണ്ടുപിടിക്കണം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 വശവും ഒരുപോലെയല്ലേ, ഒരേ അളവല്ലേ? കാരണം എന്താന്ന് വെച്ചാൽ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്, സമഭുജ ത്രികോണാണ്. അപ്പൊ എല്ലാ വശവും തുല്യാണ്. അപ്പൊ പെരിമീറ്റർ തന്നേക്കണം 36. അങ്ങനെയാണെങ്കിൽ വൺ സൈഡ്, ഒരു വശം എത്രയായിരിക്കും? ഒരു വശം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 12. 36/3 അല്ലെ? 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും. ഇനിയിപ്പോ ചെയ്ത പോലെ തന്നെ √3/4 a സ്ക്വയറിൽ കൊടുക്കാം. √3/4 × 12 × 12. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 × 12 ആണ്. ഈ 4നെ ഒരു 12 കൊണ്ട് വെട്ടാൻ നമുക്ക് 3 പ്രാവശ്യം. നമുക്ക് കിട്ടുന്ന ആൻസർ ഇതെല്ലാം കൂടി ഗുണിക്കാം. റൂട്ട് ഉള്ള ഉത്തരം തന്നെയാണ്. വീണ്ടും 36√3 √36 സെന്റിമീറ്റർ സ്ക്വയർ √3 സെന്റിമീറ്റർ സ്ക്വയർ. ഏതാണ് ഉത്തരം? 36√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 36√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ കിട്ടുക. 12 × 3 36, 36 പിന്നെ √3 കുടിക്കാത്തത് കൊണ്ട് √3ന്റെ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. അടുത്തത് 11. ദ ഏരിയ ഓഫ് an equilateral triangle is 4√3 സെന്റിമീറ്റർ സ്ക്വയർ. then what is its one side? ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ വീണ്ടും ഏരിയ ആണ് തന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്രയാണ്? 4 സെന്റിമീറ്റർ. 4 ആണോ? എല്ലാവർക്കും കിട്ടിയോ? 4√3 4 16 16√3 4 ആണ്. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ് തന്നേക്കണേ. അത് നമുക്കറിയാം √3/4 a സ്ക്വയർ ആണ്. √3/4 a സ്ക്വയർ എത്രയാന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4√3 ആണ്. അപ്പൊ സമം നമ്മൾ ഇവിടെ ഇത് കൊടുക്കണം, 4√3 അവിടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് a സ്ക്വയറിന് അവിടെ നിർത്താം, ബാക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ a സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താകും? 4√3 ഒരു ഫ്രാക്ഷനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താകണമെന്ന് അറിയാമോ? തിരിച്ചിട്ടിട്ട് കുടിക്കണം. അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ടും ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയിട്ടും മാറുന്ന രീതിയിൽ തിരിച്ചിട്ട് കുടിക്കാം. അപ്പൊ അതെന്താ പറ്റാന്നറിയോ? √3 അടിയിലും മുകളിലും വന്നു, അപ്പൊ അത് വെട്ടിപ്പോയി. ബാക്കി a സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 4 × 4 ദാറ്റ് ഈസ് 16 a സ്ക്വയർ. a സ്ക്വയർ ആണ് കിട്ടിയേക്കണേ അല്ലെ? പക്ഷെ നമ്മളോട് ഏരിയ അല്ല ചോദിച്ചേക്കണേ. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? വശത്തിന്റെ നീളം. വശത്തിന്റെ നീളമാണ്. വശത്തിന്റെ നീളം കാണിക്കപ്പോ a കാണണം. a കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കിട്ടിയ ആൻസറിന്റെ റൂട്ട് കാണാം. 16ന്റെ റൂട്ട്. 16 റൂട്ട് എത്രയാ? 4. 4 ആണ് നമുക്ക് കിട്ടേണ്ട ഉത്തരം. 4. അടുത്ത ക്വസ്റ്റ്യൻ. ദ സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ 12 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ ആൻഡ് 15 സെന്റിമീറ്റർ ദെൻ ഇറ്റ്സ് പെരിമീറ്റർ ഈസ് ഡാഷ്. വീണ്ടും ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളാണ് തന്നേക്കണേ. 12 13 15. എങ്കിൽ ചുറ്റളവ് എത്രയാണ്? 40. എല്ലാം കൂട്ടിയാൽ മതി. 40 സെന്റിമീറ്റർ 4 മീറ്റർ 400 സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. 40 സെന്റിമീറ്റർ. അടുത്തത് the sides of a triangle 5 centimeter 4 centimeter 3 centimeter then its area is dash. അതെന്ത് ട്രയാംഗിൾ ആ? ഏരിയ ആണ് ചോദിച്ചേക്കണേ. എന്ത് ട്രയാംഗിൾ ആ? 5 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോ എല്ലാ വശവും വ്യത്യസ്തമാണല്ലോ അല്ലെ? വ്യത്യസ്തമായ വിഷമഭുജമാണ്. ഒരു എന്താ പറയാ സ്കാലിൻ ട്രയാംഗിൾ ആണ്. അതുകൊണ്ട് തന്നെ വിഷമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാം. a is equal to √s into s minus a s minus c. ഓക്കെ, ഇത് കൊടുക്കാം. അതില് s ആദ്യം കണ്ടുപിടിക്കണം. s എത്രയാണ്? എല്ലാ വശവും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കാം. എത്രയൊക്കെയാണ് വശങ്ങൾ എന്നേക്കണം? 5 4 3. 5 3 8 8 4 12 അല്ലെ? 12ന്റെ പകുതി എത്രയാണ് വരിക? 6 ആണ് വരിക അല്ലെ? അപ്പൊ 6 കിട്ടും. ഈ 6 നമ്മൾ ഈ എസിന്റെ സ്ഥാനത്ത് കൊടുക്കുക, എന്നിട്ട് ഇക്വേഷനിൽ എഴുതാം. അപ്പൊ നമ്മൾ ഇക്വേഷനിൽ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണ്. 6 ഇൻറ്റു എസ് ഉള്ളിടത്തൊക്കെ 6 കൊടുക്കുക. 6 - 5 വീണ്ടും 6 - 4 അടുത്തത് 6 - 3 ഓരോ ബ്രാക്കറ്റില് അങ്ങനെ കൊടുക്കാം. √6 അങ്ങനെ തന്നെ ഇറക്കി എഴുതണം. 6ൽ നിന്ന് 1 കുറച്ചാൽ ഇൻറ്റു ആണ് കേട്ടോ. ഓരോ ബ്രാക്കറ്റിന്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. അപ്പൊ 6ൽ നിന്ന് 1 കുറച്ചാൽ 5 കുറച്ചാൽ 1. വീണ്ടും ഇൻറ്റു 6ൽ നിന്ന് 4 കുറച്ചാൽ 2. വീണ്ടും 6ൽ നിന്ന് 3 കുറച്ചാൽ 3. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ റൂട്ട് കാണാം.
ഇതൊക്കെ 6 6 × 6 36 36ന്റെ റൂട്ട് 6 36ന്റെ റൂട്ട് 6 അപ്പൊ 36ന്റെ റൂട്ട് എന്ന് പറയുന്നത് 6 ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴില്ലേ കുറച്ച് വലിയ സംഖ്യ ആണെങ്കിൽ ഇതിപ്പോ ചെറിയ സംഖ്യ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ തന്നിരിക്കുന്ന സംഖ്യകൾ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന റൂട്ടിനകത്ത് എടുക്കുന്ന സംഖ്യകളൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ മതി. അങ്ങനെയും നമുക്ക് ചെയ്യാം. റൂട്ട് കാണാൻ പല പല മാർഗമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ റൂട്ട് 6 പിന്നെ ഒരു 1 ആയിരുന്നു. 1 ഞാനിപ്പോ ഇതല്ല 3 × 2 ഇത്രയായിരുന്നു നമുക്ക് റൂട്ടിന്റെ ഉള്ളിൽ കിടന്ന സംഖ്യ. 1 കൊണ്ട് കുളിച്ചാൽ അത് തന്നെയല്ലേ ഉത്തരം കിട്ടുള്ളൂ. അപ്പൊ നമ്മളത് തൽക്കാലം ഒഴിവാക്കി. ഇതിന്റെ ഉള്ളില് വലിയ സംഖ്യ ഇപ്പൊ 24 35 അങ്ങനെയൊക്കെ പറഞ്ഞ സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ, ഉള്ളിൽ കിടക്കുന്ന സംഖ്യകൾ അവിടെ തന്നെ ഉള്ളിലിട്ടൊന്ന് ഫാക്ടറൈസ് ചെയ്യാം, ഒന്ന് ചെറുതാക്കുക. ഇപ്പൊ ഈ 6നെ നമുക്ക് വീണ്ടും ഒന്നും കൂടി എഴുതാം. എങ്ങനെ എഴുതാം? 3 × 2 എഴുതാം. ഈ 6 ഈ 6നെ മാത്രം ഞാനിപ്പോ ഒന്നുകൂടി ഫാക്ടറൈസ് ചെയ്ത് 3 × 2 എഴുതി. മറ്റേ 3 × 2 ഞാൻ അങ്ങനെ തന്നെ ഇറക്കി എഴുതി. ഓക്കെ, ഇനിയിപ്പോ ഓക്കെ ഈ 2 3കൾ ഇവിടെ കിടപ്പുണ്ട്. ഒരു 3 പുറത്തേക്ക് എടുക്കാം. അപ്പൊ റൂട്ടായല്ല. അതുപോലെ 2 2കളുണ്ട്. അതിൽ നിന്ന് ഒരു 2ഉം പുറത്തേക്ക് എടുത്തു. അപ്പൊ ഉത്തരം കറക്റ്റ് 6 ആയി. അപ്പൊ റൂട്ട് എല്ലാം കൂടി ഗുണിച്ച് വലുതായി പോകും സംഖ്യ. അതാണ് പ്രത്യേകത. ഇപ്പൊ ഈ റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ കുറച്ച് വലിയ സംഖ്യകളാണെങ്കിൽ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഗുണിച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി വലുതാകും സംഖ്യ കുറെ വലുതായി കഴിഞ്ഞാൽ അതിനെ റൂട്ട് എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അതിനെ ഒന്നുകൂടി ഘടകങ്ങളാക്കി തിരിക്കുക. ഘടകങ്ങളാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ വേറെ സംഖ്യകളുടെ ഘടകങ്ങൾ എടുത്ത് 2 വീതം 1 പോലെ ആക്കിയാൽ നമുക്ക് അതിൽ നിന്ന് റൂട്ട് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങനെയും റൂട്ട് കാണാം. മറ്റേ രീതിയിലും റൂട്ട് കാണാം. ഫാക്ടറൈസ് ചെയ്തൊക്കെ റൂട്ട് കാണാം. 18ന്റെ റൂട്ട് നമുക്കത് ഇങ്ങനെ നോക്കിയേ, 18ന്റെ റൂട്ട് കാണണം എന്ന് വിചാരിക്കുക. ഈ 18ന്റെ റൂട്ട് നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യോ അല്ലെങ്കിൽ ഞാനിപ്പോ നേരത്തെ ചെയ്ത പോലെ ഹരണക്രിയ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് അത്ര വലിയ സംഖ്യ ഒന്നുമല്ല. അപ്പൊ നമുക്ക് എന്താ അറിയാം, റൂട്ട് 18ന് ഇങ്ങനെ എഴുതാം, 9 × 2 എന്ന് എഴുതാം. ഓക്കെ ഇല്ലേ? 9 × 2 18 അല്ലേ? അല്ലേ? മാറ്റിയാ? അതെ. അതെ. അപ്പൊ അതേ നോക്കിയാൽ ഈ 9ന് കറക്റ്റ് ആയിട്ട് റൂട്ടുള്ള സംഖ്യയാണ്. അപ്പൊ നമ്മൾ അതിന്റെ റൂട്ട് ഇടും 3. ഈ 2ന്റെ റൂട്ട് നമ്മൾ ഇനി എന്തായാലും ചെയ്താൽ കിട്ടില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണെന്ന് അറിയാം, 3 √ 2. ഇനി റൂട്ട് 2ന്റെ വാല്യൂ ഗുണിച്ച് പോയിന്റുള്ള സംഖ്യയാണ് തന്നേക്കണമെങ്കിൽ മാത്രം ആ റൂട്ട് 2ന്റെ വാല്യൂ അവിടെ കൊടുത്ത് ഗുണിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ എളുപ്പത്തിൽ ഉത്തരം കിട്ടും. അതുപോലെ അങ്ങനെ പല പല സംഖ്യകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി ഫാക്ടറൈസ് ചെയ്ത് ചെറുതാക്കി ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമാണത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത് ഏതും പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 6 സെന്റിമീറ്റർ ആണ്. അടുത്തത് 2 ഉണ്ട്. ഇനി റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസ് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ, ഏരിയ തന്നിട്ടുണ്ട് 120. അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. ഒരു മട്ടത്രികോണത്തിന്റെ ബേസ് തന്നിട്ടുണ്ട്. അതല്ലേ ഇപ്പൊ ചെയ്യണ്ടേ? അതെ, ബേസ് നമുക്ക് തന്നേക്കുന്നത് 12 സെന്റിമീറ്റർ, ഏരിയ തന്നിരിക്കുന്നത് 120. നിങ്ങളോട് അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. എന്താണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ അങ്ങോട്ട് കൊടുത്താൽ മതി. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? അതെ, ഹാഫ് BH ആണ്. അപ്പൊ നമുക്ക് ഏരിയ ഇവിടെ ഓൾറെഡി ഏരിയ തന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ 120 അവിടെ കൊടുത്തു. സമം ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് തന്നിട്ടുണ്ട് 12 ആണ്. അപ്പൊ ഇൻറ്റു 12 കൊടുത്തു. ഇൻറ്റു H നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ അവിടെ H അങ്ങനെ തന്നെ കിടക്കണം. H ഇല്ല അവിടെ. ഈ 2നെ 12 കൊണ്ട് വെട്ടി നമുക്ക് അവിടെ 6 എഴുതാം അല്ലെ? അപ്പൊ 120 സമം 6x എന്നായി അല്ലെ? 120 സമം 6h എന്നായി. അപ്പൊ H കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇനി H = 120 × 6 അല്ലെ? ഹരിച്ചാ പോരെ? 120നെ 6 കൊണ്ട് ഹരിക്കുന്നു. 12ല് 6 കറക്റ്റ് ആയിട്ട് 2 പ്രാവശ്യം പോകും. ഒരു 0 നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അതുകൂടി ചേർത്തിട്ട് കൊടുക്കണം. 20 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഉത്തരം. 120 സെന്റിമീറ്റർ എന്നും 6 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ എന്നൊക്കെ ഉണ്ട് കേട്ടാ. അത് 20 സെന്റിമീറ്റർ ആണ് കേട്ടാ ആൻസർ. ഓക്കെ, അടുത്തത് ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. വേഗം ചെയ്തേക്കാം, നോക്കിയേക്കാം. ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. ചുറ്റളവ് എത്രയാ നോക്കണേ? 48. ചുറ്റളവ് 48, P ആണ് തന്നേക്കണം. 48 തന്നിട്ടുണ്ട്. അതിന്റെ വശങ്ങളുടെ അംശബന്ധം തന്നിട്ടുണ്ട്. വശങ്ങളുടെ അംശബന്ധം എത്രയൊക്കെയാ? 3:3:2:1. ഇനി അതിനകത്ത് ഏറ്റവും ചെറിയ വശം ഏതാന്ന് കണ്ടുപിടിക്കാനാ. ചെറിയ വശത്തിന്റെ അളവ് 48 ആണ്. ചെറിയ വശത്തിന്റെ നീളം ഇതിനകത്ത് ഏതാ ചെറിയ വശമായിട്ട് വരാ? ഈ 3:2:1 വെച്ച് നോക്കുമ്പോ ഏത് വശമാണ് ചെറുത്? 1ന്റെ അവിടെ. 48 ഇൻറ്റു 1/6 ചെയ്താൽ മതി. 1/6 എങ്ങനെ കിട്ടിയാ? 3 + 2 + 1. റേഷ്യോ തമ്മിൽ കൂട്ടുക, എന്നിട്ട് അത് വെച്ച് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 48 6ല് കറക്റ്റ് ആയിട്ട് 8 പ്രാവശ്യം 8 ആണ് നമുക്ക് കിട്ടേണ്ട ഏറ്റവും ചെറിയ വശം. ഏറ്റവും വലിയ വശമാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും?
മൂന്ന്. 5 വശമാണെങ്കിലോ 48 ഇൻറ്റു 3/6. 24. 24 ഉണ്ട്. ഓക്കെ, ചെറിയ വശം വലിയ വശം ഏതാണെന്ന് റേഷ്യോയില് വെച്ച് നോക്കണം, എന്നാലേ ചെറുത് വലുത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് തമ്മിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. റേഷ്യോ അടിയിൽ വരണം കേട്ടോ, റേഷ്യോന്റെ ടോട്ടല് സം അടിയിൽ വരണം, ഓരോന്ന് വെച്ച് ചെയ്യുന്നത് മുകളിലും വരണം. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മുന്നത്തെ ക്വസ്റ്റ്യനില് ഏരിയ 12 അല്ലേ കൊടുത്തേക്കണേ? 14 ക്വസ്റ്റ്യനില്. അതെ, 12 ചെയ്തേ. ഏരിയ 12 അല്ല, 120 ഇട്ടാണ് ചെയ്തത്. അല്ല 120. മലയാളം ഏരിയ ക്വസ്റ്റ്യനിൽ 120. കണ്ടേ. ക്വസ്റ്റ്യനില് 12 മലയാളം ആയിരുന്നു. ക്വസ്റ്റ്യനിലെ 12. ഇങ്ങനെയല്ലേ, ബേസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 12 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഏരിയ 120, 120 അങ്ങനെയല്ലേ എഴുതിയേക്കണേ? മലയാളം ക്വസ്റ്റ്യനില് 12. ത്രികോണത്തിന്റെ പാദം 12 സെന്റിമീറ്ററും പരപ്പളവ് 120 ഏരിയയും സെന്റിമീറ്റർ. 12 കൊടുത്തേക്കണേ. മലയാളത്തില് തെറ്റാ. അവരെഴുതിയപ്പോ ചിലപ്പോ തെറ്റിപ്പോയതായിരിക്കും. നമുക്ക് കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്, കാരണം എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഇങ്ങനെ കോപ്പി ചെയ്ത് വരുമ്പോ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ വിട്ടിട്ടുണ്ട്, അത് മിസ് പിന്നെ എന്തോ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായി. അത് ചെയ്യാട്ടാ, അത് ചെയ്യാം. ടഫായിട്ടുള്ളത്. മിസ് നാളെ ക്ലാസ് ഇല്ലേ? നാളെയോ? നാളെ ഉണ്ടാവില്ല. നാളെ ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ മിസ്. ഇനിയിപ്പോ നാളെയും പണ്ടേയും ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞല്ലോ. ഓക്കെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. എല്ലാവർക്കും മെറി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിക്കാം. ക്രിസ്മസിന് ശേഷം കാണാം. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മാം, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു മിസ്. താങ്ക് യു മാം. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ് ഡിയർ.